ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം നമസ്കാരം. ഹരി ഓം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷദാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.
കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവതം അഷ്ടമസ്കന്ധത്തിലെ 5-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലാഴി മഥനം എന്നുള്ള ഭാഗത്തിന്റെ ആരംഭ ഭാഗമാണ്. അതിൽ ബ്രഹ്മാവിന്റെ സ്തുതി, ബ്രഹ്മാവും ദേവന്മാരും കൂടി ചെന്ന് വൈകുണ്ഠനാഥനെ സ്തുതിക്കുന്ന, ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടുള്ള ആ സ്തുതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 5-ാം അധ്യായം 21-ാം ശ്ലോകം മുതൽക്ക് നമുക്ക് പാരായണം ചെയ്യാം. 21 മുതൽ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ അഷ്ടമസ്കന്ധേ പഞ്ചമോധ്യായഃ. ശ്രീ ശുക ഉവാച. 20 തൊട്ട് വായിക്കാം. 20 തൊട്ടാകുമ്പോഴാണ് ശ്രീ ശുക ഉവാച എന്നുള്ളത് ശരിയല്ല. സമാഹിതേന മനസാ സംസ്മരൻ പുരുഷം പരം ഉവാചോദ്ഭുല്ലവദനോ ദേവാൻ സ ഭഗവാൻ പരഃ. അഹം ഭവോ യൂയമദോസുരാദയോ മനുഷ്യതിര്യഗ്ദ്രുമകർമ്മജാതയഃ യസ്യാവതാരാം സകലാ വിസർജിതാ വ്രജാമ സർവേ ശരണം തമവ്യയം. നയസ്യ വദ്യോ ന ച രക്ഷണീയോ നോപേക്ഷണീയാദരണീയ പക്ഷഃ അദാഭിസർഗസ്ഥിതി സംയമാർത്ഥം ദത്തേ രജസത്വതമാംസി കാലേ. അയം ച തസ്യ സ്ഥിതിപാലനക്ഷണഃ സത്വം ചുഷാണസ്യ ഭവായ ദേഹിനാം. തസ്മാത് വ്രജാമഃ ശരണം ജഗദ്ഗുരും സ്വാനാം സനോ ധാസ്യതി ശംസുരപ്രിയഃ. ശ്രീശുക ഉവാച. ഇത്യാഭാഷ്യസുരാൻ വേദാഃ സഹ ദേവൈരരിന്ദമഃ അജിതസ്യ പദം സാക്ഷാത് ജഗാമ തമസഃ പരം. തത്രാദൃഷ്ടസ്വരൂപായ ശ്രുതപൂർവായ വൈ വിഭോ സ്തുതിം അബ്രൂത ദൈവീഭിർഗിർഭിഃ ത്വവഹിതേന്ദ്രിയഃ. ബ്രഹ്മോവാച. അവിക്രിയം സത്യമനന്തമാദ്യം ഗുഹാശയം നിഷ്കളമപ്രതർക്യം മനോഗ്രയാനം വചസാ നിരുക്തം നമാമഹേ ദേവവരം വരേണ്യം. വിപശ്ചിതം പ്രാണമനോദിയാത്മനാം അർത്ഥേന്ദ്രിയാഭാസം അനിദ്രമവ്രണം ഛായാതപൗ യത്ര ന ഗൃധ്രപക്ഷൗ തമക്ഷരം കം ത്രിയുഗം വ്രജാമഹേ. അജസ്യ ചക്രം ത്വജയേര്യമാണം മനോമയം പഞ്ചദശാരമാശു ത്രിണാഭി വിദ്യുച്ഛലമഷ്ടനേമി യദക്ഷമാഹുസ്തം ഋതം പ്രപദ്യേ.
യ ഏകവർണം തമസഃ പരം തത് അലോകമവ്യക്തമനന്തപാരം ആസഞ്ചകാരോപസൃപ ഉപസുപർണമേനം ഉപാസത്തെ യോഗരഥേന ധീരാഃ നയസ്യ കശ്ചാദിതിദർത്തിമായാം യയാജനോ മുഹ്യതി വേദനാർത്ഥം തം നിർജിതാത്മാത്മഗുണം പരേശം നമാമ ഭൂതേഷു സമം ചരന്തം ഇമേ വയം യത്പ്രിയയൈവ തന്വാ സത്വേന സൃഷ്ടാ ബഹിരന്തരാവിഃ ഗതിം സൂക്ഷ്മാം ഋഷയശ്ച വിദ്മഹേ കുതോ അസുരാദ്യാ ഇതരപ്രധാനാഃ പാദൗ മഹീയം സ്വകൃതൈവ യസ്യ ചതുർവിധോ യത്ര ഹി ഭൂതസർഗഃ സ വൈ മഹാപൂരുഷ ആത്മതന്ത്രഃ പ്രസീദതാം ബ്രഹ്മ മഹാവിഭൂതിഃ അംബസ്തു യദ്രേത ഉദാരവീര്യം സിദ്ധ്യന്തി ജീവന്ത്യുതവർദ്ധമാനാഃ ലോകാസ്ത്രയോ അധാഖില ലോകപാലാഃ പ്രസീദതാം ബ്രഹ്മ മഹാവിഭൂതിഃ സോമം മനോ യസ്യ സമാമനന്തി ദിവൗകസാം വൈ ബലമന്ദ ആയുഃ ഈശോ നഗാനാം പ്രജാനാം പ്രസീദതാം നഃ സ മഹാവിഭൂതിഃ അഗ്നിർമുഖം യസ്യ തു ജാതവേദാ ജാതക്രിയാകാണ്ഡനിമിത്തജന്മാ അന്തഃ സമുദ്രേ അനുപചൻ സ്വധാതൂൻ പ്രസീദതാം നഃ സ മഹാവിഭൂതിഃ യച്ചക്ഷുരാസീത് തരണിർദേവയാനം ത്രയീമയോ ബ്രഹ്മണ ഏഷ ധിഷ്ണ്യം ദ്വാരം ച മുക്തേരമൃതം ച മൃത്യുഃ പ്രസീദതാം നഃ സ മഹാവിഭൂതിഃ പ്രാണാദഭൂദ്യസ്യ ചരാചരാണാം പ്രാണഃ സഹോപരമോജശ്ച വായുഃ അന്വാസ്മ സമ്രാജമിവാനുഗാവയം പ്രസീദതാം നഃ സ മഹാവിഭൂതിഃ ശ്രോത്രാദിശോ യസ്യ ഹൃദശ്ചഖാനി പ്രജജ്ഞിരേഖം പുരുഷസ്യ നാഭ്യാഃ പ്രാണേന്ദ്രിയാത്മാസു ശരീരകേതം പ്രസീദതാം നഃ സ മഹാവിഭൂതിഃ ബലാത് മഹേന്ദ്രസ്ത്രിദശാ പ്രസാദാത് മന്യോർഗിരീശോ ദിഷണാദ് വിരിഞ്ചഃ കേഭ്യശ്ച ഛന്ദാംസി ഋഷയോ മേഢ്രദക്കഃ പ്രസീദതാം നഃ സ മഹാവിഭൂതിഃ ശ്രീർവക്ഷസഃ പിതരശ്ചായയാസൻ ധർമ്മസ്തനാദിതരഃ പൃഷ്ഠതോ ഭൂതം ദ്യൗര്യസ്യ ശീർഷ്ണോപ്സരസോ വിഹാരാത് പ്രസീദതാം നഃ സ മഹാവിഭൂതിഃ വിപ്രോമുഖം ബ്രഹ്മചയസ്യ ഗുഹ്യം രാജന്യ ആസീത് ഭുജയോർബലം ച ഊർവോർവിഡോജോऽംഘ്രിരവേദശൂദ്രൗ പ്രസീദതാം നഃ സ മഹാവിഭൂതിഃ ലോപോദരാത് പ്രീതിരുപര്യഭൂദ്യുതിഃ നസ്തഃ പശവ്യസ്പർശേന കാമഃ ഭ്രുവോർയമഃ പക്ഷ്മഭവസ്തു കാലഃ പ്രസീദതാം നഃ സ മഹാവിഭൂതിഃ ദ്രവ്യം വയഃ കർമ്മ ഗുണാൻ വിശേഷം യദ്യോഗമായാ വിഹിതാൻ വദന്തി യദ്ദുർവിഭാവ്യം പ്രബുധാപബാധം പ്രസീദതാം നഃ സ മഹാവിഭൂതിഃ നമോസ്തു തസ്മൈ ഉപശാന്തശക്തയേ സ്വാരാജ്യലാഭപ്രതിപൂരിതാത്മനെ ഗുണേഷു മായാരജിനേഷു വൃത്തിഭിർന സജ്ജമാനായ നഭസ്വദൂതയേ സത്വം നോ ദർശയാത്മാനം അസ്മത്കരണഗോചരം പ്രപന്നാനാം ദിദൃക്ഷൂണാം സസ്മിതം തേ മുഖാംബുജം തൈസ്തൈസ്വേച്ഛാധൃതൈരൂപൈഃ കാലേ കാലേ സ്വയം വിഭോ കർമ്മ ദുർവിഷഹം ജന്നോ ഭഗവാൻ തൽകരോതി ക്ലേശപൂരി അല്പസാരാണി കർമാണി വിബലാനി വാ ദേഹിനാം വിഷയാർത്ഥാനാം ന തഥൈവാർപ്പിതം ത്വയി നാവമത്കർമ്മ കൽപ്പോപി വിബലായേശ്വരാർപ്പിതഃ കൽപ്പത്തെ പുരുഷസ്യൈഷഃ സഹ്യാത്മാ ദയിദോഹിതഃ യദാ ഹി സ്കന്ധശാഖാനാം തരോർമൂലാവസേചനം ഏവമാരാധനം വിഷ്ണോഃ സർവേഷാമാത്മനശ്ച ഹി നമസ്തുഭ്യമനന്തായ ദുർവിതർക്യാത്മകർമ്മണേ
നിർഗുണായ ഗുണേശായ സത്വസ്ഥായ ച സാമ്പ്രതം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ അമൃതമഥനേ പഞ്ചമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ഒരിക്കൽ കൂടെ സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഹരി ഓം. നാരായണ. ഹരി ഓം. അപ്പോൾ അഷ്ടമസ്കന്ധമാണ് കാണുന്നത്. മന്വന്തരാനുചരിതമാണ് വിഷയം. അതിൽ ഭഗവാന്റെ 6ാമത്തെ മന്വന്തരം ചാക്ഷുഷ മന്വന്തരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ ചാക്ഷുഷ മന്വന്തരത്തിൽ ഭഗവാൻ അജിതനായി അവതരിച്ച് ദേവന്മാർക്ക് അമൃത മദനം ചെയ്യാൻ സഹായിച്ച് അമൃതം ഭുജിപ്പിച്ചു. ഭഗവാൻ സന്ദർഭവശാൽ കൂർമ്മമായും അവതരിച്ചു എന്നൊക്കെ പറഞ്ഞതായിട്ടുള്ള സമയത്ത് പരീക്ഷിത് രാജാവ് ഭഗവാന്റെ ആ അമൃതമദന ലീല വിസ്തരിക്കാൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പാലാഴി മദനം കഥ പറയുന്നത്. അപ്പോൾ ദുർവാസാവിന്റെ ശാപം കൊണ്ട് ദേവന്മാരുടെ ശ്രീ എല്ലാം നഷ്ടപ്പെട്ടു. ലോകങ്ങളെ നിസ്ശ്രീകങ്ങളായി ഭവിച്ചു. ദേവന്മാർ അസുരന്മാരോട് പരാജയപ്പെട്ടു. കുറെ പേർക്ക് മരണം സംഭവിച്ചു. ഈ സമയത്ത് സ്വന്തം ബുദ്ധി കൊണ്ടൊന്നും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയാതെ ദേവന്മാര് അവരുടെ എല്ലാം പിതാവും പിതാമഹനും എല്ലാമായ ഗുരുവായ ബ്രഹ്മദേവനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മദേവൻ ദേവന്മാരോട് പറഞ്ഞു, നമുക്ക് ആ ഭഗവാനെ ചെന്ന് ശരണം പ്രാപിക്കാം എന്ന് പറഞ്ഞ് മഹാദേവനെയും കൂട്ടിക്കൊണ്ട് എല്ലാവരും കൂടെ പാലാഴി തീരത്ത് ചെന്ന് ഭഗവാനെ സ്തുതിച്ചു. ആ ഭഗവാന്റെ സ്തുതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 26ാം ശ്ലോകം മുതൽക്ക് ഇന്നലെ 29 വരെയുള്ള 4 ശ്ലോകങ്ങൾ കണ്ടു. ഭഗവാന്റെ ആ ഒരു താത്വികമായിട്ടുള്ള ബ്രഹ്മഭാവത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള സ്തുതികളായിരുന്നു. ജീവന്മാർ ഉപാസിക്കേണ്ട ആ ആത്മതത്വവും ഈശ്വരതത്വവും എല്ലാം തന്നെയാണ് ഈ ബ്രഹ്മതത്വം, ഈ ഭഗവാൻ എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെയൊക്കെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന ഈ സംസാര ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു അധിഷ്ഠാനത്തിലാണോ. നമ്മുടെ ശരീരം അല്ലെങ്കിൽ അനേക ശരീരങ്ങൾ ജന്മജന്മാന്തരങ്ങൾ എടുത്തുകൊണ്ടും ഈ ശരീരവും ഇപ്പോഴും അനുനിമിഷം കറങ്ങിക്കൊണ്ടും ഇരിക്കുന്നത് ഏതൊരു അക്ഷത്തിലാണോ, ഏതൊരു കേന്ദ്രത്തിൽ ഉറപ്പിക്കപ്പെട്ടിട്ടാണോ. ആ എല്ലാറ്റിനും ആധാരവും കേന്ദ്രവുമായിരിക്കുന്ന, എല്ലാറ്റിൻ്റെയും നിയന്താവായിരിക്കുന്ന, ആധാരഭൂതനായിരിക്കുന്ന ആ ഈശ്വരനെ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്തുതിക്കുന്നത്. 29ാം ശ്ലോകത്തിൽ ജീവാത്മാവിന്റെ ആശ്രയമായ പരമാത്മ, വാസ്തവത്തിൽ പരമാത്മാവേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഈ ദ്വൈതഭാവം ഉണ്ട്. ഞാൻ ജീവൻ,
എന്നിൽ നിന്ന് ഈശ്വരൻ അന്യൻ, ഞാൻ അല്പൻ, ഈശ്വരൻ പൂർണ്ണൻ, ഞാൻ അജ്ഞാനി, അല്പജ്ഞാനി, ഈശ്വരൻ സർവജ്ഞൻ, ഇങ്ങനെയുള്ളതായിട്ടുള്ള ഭേദഭാവന ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ജീവഭാവം ഉള്ളത് വരേക്കും ഈശ്വരനെ ശരണം പ്രാപിക്കേണ്ടതാകുന്നു, ഈശ്വരനെ ഉപാസിക്കേണ്ടതാകുന്നു. അങ്ങനെയുള്ള ആ ഈശ്വരനെ ധീരന്മാരായിട്ടുള്ള ആളുകളെല്ലാം ഉപാസിച്ചു കൊണ്ടിരിക്കുന്നു. വിവേകികളായിട്ടുള്ളവരെല്ലാം ഏതൊരു ആ എന്താ പറയുക, നമ്മുടെ ഉള്ളിൽ തന്നെ മറ്റൊരു സുപർണനായി സമീപത്തിരിക്കുന്നു. രണ്ട് പക്ഷികൾ ഒരേ വൃക്ഷത്തിലിരിക്കുമ്പോൾ അതിൽ മുകളിലത്തെ പക്ഷി സാക്ഷിയായി ഒന്നും ചെയ്യാതെ ആനന്ദമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷി എല്ലാ വൃക്ഷങ്ങളിലും പറന്നു നടന്ന് ഫലങ്ങൾ ഭുജിച്ച് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു, കർത്തൃത്വ ഭോക്തൃത്വങ്ങൾ അനുഭവിക്കുന്നു. ആ കർത്തൃത്വ ഭോക്തൃത്വങ്ങളുടെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ സുഖദുഃഖങ്ങളെല്ലാം. തീർച്ചയായിട്ടും ഭോക്തൃത്വമുണ്ടോ കർത്തൃത്വമുണ്ട്, കർത്തൃത്വമുണ്ടോ സുഖദുഃഖങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ഇപ്പോഴുള്ള സുഖദുഃഖങ്ങൾക്കൊക്കെ കാരണം നമ്മുടെ കർത്തൃത്വ ഭോക്തൃത്വങ്ങളാണ്. വാസ്തവത്തിൽ നമ്മളാണോ കർത്താവ്? നമ്മൾക്ക് എന്തെങ്കിലും കർമ്മം ചെയ്യാനുള്ളതായിട്ടുള്ള കഴിവുണ്ടോ? ഇതൊന്നും നമ്മൾ ചിന്തിക്കലേ ഇല്ല. ഇത് ചിന്തിക്കാത്തതാണ് നമ്മുടെ അഹങ്കാരത്തിനൊക്കെ കാരണം. ചിന്തിച്ചാൽ നമ്മൾ ആരുമല്ലാതെയാവും. ചിന്തിച്ചാൽ നമുക്ക് ഒരു ശക്തിയുമില്ല എന്നുള്ളത് ബോധ്യം വരും. ഒരു ജീവൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇൻസിഗ്നിഫിക്കന്റ് ആണ്, വളരെ നിസ്സാരനാണ്. ആ ഈശ്വരന്റെ അനുഗ്രഹത്താൽ ചലിക്കുന്ന നിഴൽ മാത്രമാണ് നമ്മൾ. നമ്മുടെ ശരീരത്തിലോ നമ്മുടെ മനസ്സിലോ നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ ഇന്ദ്രിയങ്ങളിലോ നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല. നമ്മുടെ പുറത്തുള്ള ലോകത്തിലെ നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല. നമ്മൾക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള ദൈവീക ശക്തികളിൽ നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല. കാലത്തിൽ നിയന്ത്രണമില്ല, ഒന്നിലും നിയന്ത്രണമില്ലാത്തവരാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മൾ എന്ത് ചെയ്യാനാണ്? ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, ഞാൻ മലമറിക്കും എന്നൊക്കെ ഉള്ളതായിട്ടുള്ള നമ്മുടെ അഹങ്കാരം വെറും വിഡ്ഢിത്തരം മാത്രമാണെന്ന് നല്ലോണം ചിന്തിച്ചാൽ നമുക്കൊക്കെ ബോധ്യം വരും. സ്വയം അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നമ്മുടെ നിസ്സാരതയെ നമുക്ക് ബോധ്യം വന്ന് നമ്മൾ പൂർണ്ണമായിട്ട് ആ ഈശ്വരനിലേക്ക് സറണ്ടർ ആവുകയാണ് വേണ്ടത്. ആ ഈശ്വരനിലേക്ക് സറണ്ടർ ആവലാണ് അഹങ്കാരത്തിന്റെ നാശമാണ് നമ്മുടെ ശാന്തിക്ക് നിദാനം. അങ്ങനെ നമ്മൾ നമ്മുടെ അഹങ്കാരത്തെ ഈശ്വരനിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ നമ്മളല്ല ചെയ്യുന്നത്. നമുക്കതിൽ യാതൊരു അഭിമാനവും ഇല്ല, നമുക്ക് കർത്തൃത്വവും ഇല്ല, അതുകൊണ്ട് തന്നെ ഭോക്തൃത്വവും ഇല്ല. നമ്മൾ കർത്തൃത്വത്തെ നിഷേധിക്കുകയാണ്. ഞാനല്ല ചെയ്യുന്നത്, അഹംന കർത്ത. അപ്പൊ ഞാൻ ഭോക്താവാകാൻ അധികാരവും എനിക്കില്ല. കർത്താവല്ലാത്ത എനിക്ക് എന്ത് ഭോക്തൃത്വം? ഞാൻ ചെയ്തതിനല്ലേ എനിക്ക് എന്തെങ്കിലും ഒരു അവകാശം, മിഥ്യയായിട്ടുള്ള ഒരു അവകാശം പറയാൻ പറ്റുള്ളൂ. ഇത് ഞാനൊന്നും ചെയ്യുന്നില്ല, എല്ലാം ഈശ്വരാനുഗ്രഹം പ്രവർത്തിക്കുന്നു. അപ്പൊ ഈ പ്രപഞ്ച രൂപത്തില് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഉള്ളില് ആത്മസ്വരൂപനായി നിറഞ്ഞിരിക്കുന്നത്, നമ്മൾക്ക് ചേഷ്ടിക്കാനുള്ള ശക്തി തരുന്നത്, നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത്, മനസ്സിനെ ബുദ്ധിയെ എല്ലാം പ്രവർത്തിപ്പിക്കുന്നത്, ശരീരത്തെ നിലനിർത്തുന്നത്, എല്ലാ ശക്തിയും നൽകുന്നത്. നമ്മള് ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം ഇങ്ങനെ പറയും. ഈ ആധ്യാത്മികത്തെയും ഭഗവാൻ തന്നെയാണ് നിയന്ത്രിക്കുന്നത്, ആദിഭൗതികത്തെയും ഭഗവാൻ തന്നെയാണ് നിയന്ത്രിക്കുന്നത്, ആദിദൈവികത്തെയും ഭഗവാൻ തന്നെയാണ് നിയന്ത്രിക്കുന്നത്. നമുക്ക് ഈ മൂന്നിലും ഒരു നിയന്ത്രണവും ഇല്ല. ഈ സത്യം വീണ്ടും 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 വിചാരം ചെയ്ത് ഉറപ്പിച്ചാൽ ശാന്തിയാവും. ഈശ്വരൻ മാത്രമാണ് സത്യം എന്നുള്ള ബോധം ഉണ്ടാവും. ഇതാണ് നമ്മളിവിടെ മഥനം ചെയ്യേണ്ടത്.
അമൃതമഥനം എന്നുള്ളത് ഈ മഥനമാണ് വാസ്തവത്തിൽ നടക്കേണ്ടത്. ഈ മഥനത്തിലേക്കുള്ള ചിന്തിക്കാനുള്ള എന്താ പറയുക, ആ മെറ്റീരിയൽസ് നമുക്ക് ഈ കഥയിലൂടെ നൽകുകയാണ് ഇവിടെ. ഓരോന്നും നമ്മുടെ ഉള്ളിൽ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, നമ്മുടെ ഉള്ളിൽ തോട്ട് പ്രൊവോക്കിംഗ് ആണ് ഈ ഓരോ ശ്ലോകങ്ങളും ഓരോ സ്തുതികളും. നിരന്തരം ഇതിനെക്കുറിച്ച് വിചാരം ചെയ്യുക. അല്ലാതെ ഞാനും ഭാഗവതം പാരായണം ചെയ്യാറുണ്ട്, ഞാൻ പഠിച്ചു, ഞാൻ പാലാഴി മഥനം നല്ലോണം വിസ്തരിച്ച് പഠിച്ചു, കേട്ടു. ആ പാലാഴി മഥനത്തിലെ സ്തുതിയൊക്കെ ഗംഭീരമായിട്ടുണ്ട്, അതൊക്കെ ഞാൻ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് വായിക്കുന്നുണ്ട്, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞ് യാന്ത്രികമായിട്ട് നമ്മൾ അതിൻ്റെ കൂടെ പോകാതെ എന്താണ് അതിൻ്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്നത്, അതിൽ നിന്ന് നമ്മൾ എന്താണ് ഗ്രഹിക്കേണ്ടത്, അതാണ് ഇവിടുത്തെ നമ്മുടെ മനസ്സിലാണ് ഈ പാലാഴി മഥനം നടക്കേണ്ടത്. ഇവിടെ പാലാഴി മഥനം എന്ന് പറഞ്ഞാൽ ഇതൊരു പാലാഴി തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ കഥ തന്നെ ഒരു പാലാഴിയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ മനസ്സുകൊണ്ട് നമ്മുടെ യുക്തിയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് എല്ലാം മഥനം ചെയ്തെടുക്കേണ്ടത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപരഃ. ഇതാണ് ബോധ്യം വരേണ്ടത്. ബ്രഹ്മസത്യം ജഗൻ മിഥ്യ ജീവോ ബ്രഹ്മൈവ ന അപരഃ. ഈ ജീവൻ ആ ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മം എന്ന് പറയാനൊന്നും പറ്റില്ല. ഈ ജീവൻ എന്ന് പറയുന്നത് കൊണ്ട് ആ ബ്രഹ്മം എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. ഭേദഭാവന ഉള്ളതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വ്യാവഹാരിക തലത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പാരമാർത്ഥികത്തിൽ ആ ബ്രഹ്മം ഇല്ല, ഈ ജീവൻ ഒട്ടുമില്ല. ജീവൻ എന്നുള്ളത് വെറും ഈശ്വരന്റെ നിഴൽ മാത്രമാണ്. നിഴലിന് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും ഇല്ല. നിഴല് അതിന്റെ ഉടമസ്ഥനായ ആ ബിംബത്തോട്, നിഴലിന്റെ ഉടമസ്ഥനോട് നിഴൽ ചേർന്ന് നിൽക്കണം. നമ്മുടെ ഈ ജീവഭാവത്തെ ഈശ്വരഭാവത്തിലേക്ക് ചേർത്ത് വെക്കണം. അതാണ് യോഗം, അതാണ് സമർപ്പണം. ആ സമർപ്പണമാണ് ഇവിടെ വേണ്ടത്. അതിലേക്ക് നയിക്കുന്നതാണ് ഈ കഥ മുഴുവൻ. കുറേ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിലെവിടെയെങ്കിലും കുറച്ചെങ്കിലും മനസ്സിലായാൽ ഇത്രയും വിസ്തരിച്ച കഥകളുടെ ആവശ്യമൊന്നും ഇല്ല. ഈ ഒരു സ്തുതി മര്യാദയ്ക്ക് മനസ്സിലാക്കിയാൽ അതിനെ വേണ്ട പോലെ മനനം ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് അതിനെ ഊട്ടി ഊട്ടി ഉറപ്പിക്കുക. അതാണ് നിധിധ്യാസനം. ചിന്തിക്കുക. നമ്മുടെ ആധ്യാത്മികം എന്ന് പറയുന്ന നമ്മുടെ ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, ഇതിലൊന്നിലും നമ്മൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവും അതിന്റെ അംഗസൗഷ്ഠവവും അംഗവൈകല്യവും രോഗങ്ങളും എല്ലാം നമ്മൾ അല്ല ഉണ്ടാക്കി തീർക്കുന്നത്, അല്ലേ? നമ്മൾ ആരെങ്കിലും രോഗം വരണം എന്ന് പറഞ്ഞിട്ട് പ്രയത്നിക്കാറുണ്ടോ? എന്നിട്ടും രോഗം വരുന്നു. നമ്മൾ അംഗവൈകല്യമുള്ളവരായിട്ട് ജനിക്കണം എന്ന് ആരെങ്കിലും വിചാരിക്കുമോ? എന്നിട്ടും അംഗവൈകല്യമുള്ളവരായി ജനിക്കുന്നു. അപ്പൊ നമ്മൾക്ക് വല്ല നിയന്ത്രണമുണ്ടോ? നമ്മൾക്ക് ശരീരം എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്, നമ്മൾ അതിനുവേണ്ടി പാടുപെടുന്നുണ്ട്. എന്നിട്ടും അത് നിലനിൽക്കുന്നുണ്ടോ? നമ്മളോട് ചോദിക്കാതെ അത് എപ്പോഴാ പോണമെന്ന് പറയാൻ പറ്റുന്നില്ല. എപ്പോൾ വേണമെങ്കിൽ തട്ടിപ്പോകാം. എനി മൊമെന്റ് എനിത്തിങ് ക്യാൻ ഹാപ്പൻ. നമുക്ക് ആർക്കെങ്കിലും അതിന് നിയന്ത്രണമുണ്ടോ? നമ്മുടെ പുറത്തേക്ക് പോയ ശ്വാസം തിരിച്ച് നമ്മൾ എടുക്കുന്നുള്ളതിന് ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളുടെയൊക്കെ പ്രവർത്തനം നമ്മുടെ നിയന്ത്രണത്തിലാണോ? നമ്മളാണോ അതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മളാണോ അവയെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഹൃദയം, ശ്വാസകോശം, ആമാശയം, നമ്മുടെ പിത്താശയം, അല്ലെ, കിഡ്നി, അങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മുടെ ഉള്ളിലുള്ളത്? വേണ്ടതും വേണ്ടാത്തതുമായിട്ട്. വേണ്ടാത്തതായിട്ടൊന്നുമില്ല എങ്കിലും എന്തൊക്കെയാണ് നമ്മുടെ ഉള്ളിലുള്ളത്? എത്ര നീളത്തിലുള്ള കുടലുകളാണ്, ചെറുകുടലുകളും വൻകുടലുകളുമായിട്ട്? എത്ര നാഡി ഞരമ്പുകളാണ്? ഇതിനേക്കാൾ വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു എക്യുപ്മെന്റ് ഉണ്ടോ? ഇതിനേക്കാൾ വലിയൊരു കമ്പ്യൂട്ടർ ഉണ്ടോ? ഇതിനേക്കാൾ വലിയൊരു റോബോട്ട് ഉണ്ടോ? ഇതില് എത്ര എന്താ പറയുക, എത്ര റാം മെമ്മറിയാണ് ഇതിലുള്ളത്? അല്ലെങ്കിൽ എത്ര GB മെമ്മറികളാണുള്ളത്? അല്ലെങ്കിൽ എത്ര TB മെമ്മറികളാണുള്ളത്? ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഒന്നിനെക്കുറിച്ചും നമുക്കൊരു പിടിയും ഇല്ല. നമ്മളല്ല അതൊന്നും പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ എന്റെ ശരീരം, എന്റെ മനസ്സിലെ വൃത്തികളെ നമുക്ക് വേണ്ടതുപോലെ നിയന്ത്രിക്കാൻ പറ്റുണ്ടോ? അങ്ങനെയുണ്ട് നമുക്ക് എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ പറ്റുമായിരുന്നു. അറിയാതെ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകണു, മൂഡ് ഔട്ട് ആവുന്നു. ഇന്നെന്തോ ഒന്നിനും ഒരു മൂഡില്ല. എല്ലാവരും പറയാറുണ്ട് അല്ലേ? എല്ലാവർക്കും എപ്പോഴും നല്ല ഹാപ്പി മൂഡിൽ ഇരുന്നൂടെ? നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാണെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം. മനസ്സിലെപ്പോഴും പോസിറ്റീവായിട്ടുള്ള ആ വൃത്തികളെ നിലനിർത്താൻ നമുക്ക് സാധിക്കുമായിരുന്നു, മനസ്സ് പൂർണ്ണമായിട്ട് നമ്മുടെ നിയന്ത്രണത്തിലാണെങ്കിൽ. ബുദ്ധി നമ്മുടെ നിയന്ത്രണത്തിലാണോ? എല്ലാവർക്കും ഒരുപോലെയാണോ ബുദ്ധിയുള്ളത്? ആർക്കാ ബുദ്ധി നല്ലോണം പ്രവർത്തിക്കണ്ട എന്നുള്ളത്? ഏത് പൊട്ടനും ബുദ്ധി പ്രവർത്തിക്കണം എന്നാണ് ആഗ്രഹം. അത് നമ്മുടെ നിയന്ത്രണത്തിലാണോ? അപ്പൊ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആധ്യാത്മികം എന്ന് പറയുന്നത് ഒന്നും നമ്മുടേതല്ല. അതും പരമാത്മാവിന്റെ നിയന്ത്രണത്തിലാണ്. ആദിഭൗതികം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകളിലുള്ളതൊന്നും നമ്മുടെ നിയന്ത്രണത്തിൽ അല്ല. നമ്മുടെ ഭാര്യ, ഭർത്താവ്, മക്കള്, അച്ഛനമ്മമാര്, സഹോദരന്മാര്, ബന്ധുക്കള് ഒക്കെ നിയന്ത്രണത്തിലാണോ? ആണോ? നമ്മുടെ ചുറ്റും നോക്കിയാൽ കാണുന്നുണ്ട്, പരസ്പരം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു, പരാജയപ്പെടുന്നു. ഭാര്യ ഭർത്താവിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു, ഭർത്താവ് ഭാര്യയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു, അച്ഛനമ്മമാർ മക്കളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു, മക്കൾ അച്ഛനമ്മമാർക്ക് മൂക്കുകയറിടാൻ നോക്കുന്നു, സഹോദരങ്ങൾ പരസ്പരം നിയന്ത്രിക്കാൻ നോക്കുന്നു, ഒരു സ്ഥാപനത്തിലുള്ളവരെ മുകളിൽ നിന്ന് താഴേക്ക് നിയന്ത്രിക്കാൻ നോക്കുന്നു, താഴെയുള്ളവരെ മുകളിലുള്ളവരെ നിയന്ത്രിക്കാൻ നോക്കുന്നു, അല്ലേ? എങ്ങനെയൊക്കെ എന്തെല്ലാം. ആർക്കെങ്കിലും ആരുടെയെങ്കിലും മേലെ നിയന്ത്രണം ഉണ്ടോ പൂർണ്ണമായിട്ട്? തൽക്കാലം അനുവദിച്ചു കൊടുക്കുന്നൊരു നിയന്ത്രണം മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ എല്ലാവരും ഒന്നിച്ച് സഹകരിച്ച് പോകണം എന്ന മനസ്ഥിതിയുള്ള ആളുകൾ തമ്മിൽ നമ്മൾ നിയന്ത്രിക്കാൻ വിട്ടുകൊടുക്കുന്നു. പൂർണ്ണ മനസ്സുണ്ടായിട്ടല്ല. അപ്പൊ നമുക്ക് ചുറ്റുപാടുള്ള എന്തിലെങ്കിലും ഒരു നിയന്ത്രണം ഉണ്ടോ? ചിന്തിച്ചു നോക്കുക. ചുറ്റുപാടുള്ള വൃക്ഷലതാദികളെ, പക്ഷി മൃഗാദികളെ ഒന്നിനെയും നമുക്ക് നിയന്ത്രിക്കാൻ ഒരു സാമർഥ്യവുമില്ല. മനുഷ്യരുടെ കാര്യം ഒട്ടുമില്ല. പിന്നെ ആദി ദൈവീകം എന്ന് പറയുന്ന ഈശ്വരീയ ശക്തികളെയോ ഭൂതപ്രേത പിശാചുക്കളെയോ അല്ലെ ചെകുത്താന്മാരെയോ ഒന്നും നമുക്ക് ഒരു നിയന്ത്രണവുമില്ല. അപ്പൊ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരേ ഒരു ശക്തിയേ ഉള്ളൂ, ഈശ്വരൻ, പരമാത്മാ. അപ്പൊ നമ്മൾ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതെല്ലാം നമുക്ക് അനുകൂലമായിരിക്കുമ്പോൾ മാത്രമേ ചെയ്യാൻ കഴിയുന്നുള്ളൂ. ആധ്യാത്മികം എന്ന് പറയുന്ന നമ്മുടെ ശരീര, മനോബുദ്ധികള്, ഇന്ദ്രിയങ്ങളോ ഒക്കെ നമുക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിലേ നമുക്ക് ഏതെങ്കിലും ഒരു പ്രവൃത്തി ചിന്തിക്കാൻ ആരംഭിക്കാൻ സാധിക്കുള്ളൂ. അത് സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള എല്ലാവരും അതിന് സഹകരിക്കണം, എല്ലാവരും അനുകൂലമായിരിക്കണം. ആരെങ്കിലും പ്രതികൂലമായാൽ അപ്പം അത് ഫെയിലിയർ ആവും, അല്ലേ? നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴേക്കും അന്ന് ഹർത്താലാണ്, ബന്ദാണ്,
അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങിത്തിരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു, പല കാരണങ്ങളെ കൊണ്ടും സംഭവം നടക്കാതിരിക്കാം. ഏതെങ്കിലും എന്താ പറയുക, ഇറങ്ങി തിരിക്കുമ്പോൾ വഴി കൂടെ പോകുന്ന ഒരു പട്ടി കടിച്ചാൽ മതി, നമ്മൾ അന്നത്തെ പരിപാടി മുടങ്ങി, അല്ലേ? അങ്ങനെ എത്ര കാണുന്നുണ്ട് നമ്മൾ ചുറ്റുപാടും. ഓരോ നല്ല കാര്യങ്ങൾക്ക് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ ഇറങ്ങി പുറപ്പെടുന്നു, വഴിയിൽ വെച്ച് വല്ല പട്ടി കടിക്കുക, പശു കുത്തുക, അല്ലെങ്കിൽ വെറുതെ ഒതുങ്ങി നടന്നു പോകുന്ന ആളുടെ നേരേക്ക് വണ്ടികൾ വന്ന് ഇടിക്കുകയോ ഒക്കെ ചെയ്യാം. ഇതിലൊന്നിലും നമുക്ക് നിയന്ത്രണമില്ല. അപ്പൊ അതും ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് നടക്കുന്നത്. ദൈവികങ്ങളായിട്ടുള്ള പ്രകൃതി അനുകൂലം നമുക്കാവുന്നത് ഈശ്വരാനുഗ്രഹം ഉള്ളപ്പോഴാണ്. അപ്പൊ ഇത് ഓരോ കാര്യങ്ങളും നിരന്തരം നമ്മൾ ചിന്തിക്കുക. ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഈശ്വരാനുഗ്രഹം, 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 ഈശ്വരാനുഗ്രഹം എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ നമ്മുടെ അഹങ്കാരം പൊങ്ങുകയില്ല. നമ്മുടെ അഹങ്കാരമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്ദ്രാദി ദേവന്മാരുടെ അഹങ്കാരമാണ് അവരുടെ ദുഃഖത്തിന് കാരണമായത്, ദുർവാസാവിന്റെ ശാപത്തിന് കാരണമായത്. ആ അഹങ്കാരത്തെയാണ് ഇല്ലാതെയാക്കേണ്ടത്. ആ അഹങ്കാരം ഇല്ലാതായാൽ അമൃതത്വം പ്രാപിക്കാം. അപ്പൊ നമ്മളും നമ്മുടെ അഹങ്കാരത്തെ വെറും എന്താ പറയുക, ഒരു വിലയുമില്ലാത്ത സാധനമാണെന്ന് മനസ്സിലാക്കുക. ഇൻസിഗ്നിഫിക്കന്റ്, നമ്മൾ തന്നെ വളരെ നിസ്സാരന്മാരാണ് ഈ ലോകത്തില്. എന്നാൽ ഈശ്വര അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലോ നമുക്ക് ഏത് അത്ഭുതവും ചെയ്യാനും സാധിക്കും. ഈശ്വര അനുഗ്രഹം കൂടെയുള്ളവർക്ക് എന്ത് അത്ഭുതം വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. യു ക്യാൻ ക്രിയേറ്റ് വണ്ടേഴ്സ്, മിറാക്കിൾസ് with the help of ഈശ്വര, with the grace of ഈശ്വര. അപ്പൊ ഈശ്വരന്റെ ആ ഒരു കാരുണ്യം, ഗ്രേസ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രവൃത്തിയും അത് വിജയമാക്കാം, അത്ഭുതമാക്കാം. ഈശ്വരൻ നമുക്ക് കൂടെ ഇല്ലെങ്കിൽ, അനുഗ്രഹമായിട്ടില്ലെങ്കിൽ ഒരു കാര്യവും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. ഇത് നിരന്തരം നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ചിന്തിക്കുക. അങ്ങനെ നമ്മുടെ അഹങ്കാരത്തെ നമുക്ക് ഭഗവാന്റെ മുമ്പിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം, സറണ്ടർ ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തിയിൽ ഉദ്ദേശിച്ചതായിട്ടുള്ള ഫലമൊന്നും വന്നില്ലെങ്കിലും നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. കാരണം നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. എല്ലാം ഈശ്വരനാണ് ചെയ്തത്. ഈശ്വരൻ ചെയ്തതിന് ഈശ്വരനാണ് അതിന്റെ ഫലം നിശ്ചയിക്കേണ്ട ആള്. നമ്മളെന്തിനു വറി ചെയ്യണം? നമുക്ക് വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഈശ്വരൻ ചെയ്തതിന്റെ ഫലം ഈശ്വരൻ നിശ്ചയിക്കട്ടെ, അല്ലേ? നമ്മുടെ പാലാഴി മദനത്തിലും അത് തന്നെയാ. ഭഗവാനാണ് ശരിക്കും പാലാഴി മദനം മുഴുവൻ ചെയ്യുന്നത്. പക്ഷെ അസുരന്മാരെന്ത് ചെയ്തു? ഭഗവാന്റെ അനുവാദം കൂടാതെ അമൃതത്തെ തട്ടിയെടുക്കാൻ ശ്രമിച്ചു. അപ്പൊ അവർക്കത് കിട്ടിയോ? ഇല്ല. ദേവന്മാരോ ഭഗവാനെ അനുസരിച്ചു നിന്നു. അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അമൃതം ഭുജിക്കാൻ സാധിച്ചു. ഇതാണ് നമുക്കും ആ ദേവന്മാരെ പോലെ ഭഗവാന് വിധേയരാവാം, ഭഗവാനോട് അനുസരണയുള്ളവരാവാം. സ്വന്തം അഹങ്കാരത്തെ വലിച്ചെറിഞ്ഞ് ഒരു യൂസും ഇല്ലാത്ത സാധനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും മിനിമം കർത്തൃത്വം എന്താണ്? ഭഗവാന്റെ ഒരു ഭൃത്യൻ, ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണം, ഭഗവാന്റെ ദാസൻ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു മിനിമം ആ കർത്തവ്യം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കർത്തൃത്വം മതി നമുക്ക്. ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ ഭഗവാൻ പ്രേരണയായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറയുന്നുവെങ്കിൽ, ഭഗവാനെ എന്റെ ഉള്ളിൽ അത് പ്രേരിപ്പിച്ചതും അങ്ങ് തന്നെയാണ്, ചെയ്യിപ്പിക്കുന്നതും അങ്ങ് തന്നെയാണ് എന്ന ബോധത്തോടെ ചെയ്യുക. അപ്പൊ ഇതിനാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മൂലകാരണഭൂതനായ ഭഗവാനെ ആദ്യമേ സ്മരിച്ച്, ഭഗവാന്റെ വിവിധ ഭാവങ്ങളെ, തത്വങ്ങളെ എല്ലാം സ്മരിച്ച്, ഇനി ഈ വിശ്വത്തിലുള്ള സകല വസ്തുക്കളായിരിക്കുന്നതും
ഭഗവാനാണെന്ന് പറയുന്ന വിരാട് പുരുഷനെ സ്തുതിക്കുന്നതായിട്ടുള്ള സ്തുതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു മഥനം നമ്മുടെ ഉള്ളിൽ നിരന്തരം നടക്കട്ടെ. ഈ ശ്ലോകം, ഈ സ്തോത്രം പഠിക്കുമ്പോൾ നമുക്ക് 30-ാം ശ്ലോകത്തിലേക്ക് കടക്കാം. നയസ്യ കശ്ചാദിതി ദർത്തിമായാം യയാ ജനോ മുഹ്യതി വേദനാർത്ഥം തം നിർജിതാത്മാത്മഗുണം പരേശം നമാമ ഭൂതേഷു സമം ചരന്തം. നയസ്യ കശ്ചാദിതി ദർത്തിമായാം യയാ ജനോ മുഹ്യതി വേദനാർത്ഥം തം നിർജിതാത്മാത്മഗുണം പരേശം നമാമ ഭൂതേഷു സമം ചരന്തം. നയസ്യ കശ്ച അതിതിതർത്തി മായാം, യസ്യ മായാം കശ്ച ന അതിതിതർത്തി. യസ്യ മായാം, ഏതൊരുവന്റെ മായയെ, യസ്യ എന്ന് പറഞ്ഞാൽ യാതൊരുവന്റെ, മായാം മായയെ, കഹച ഏതൊരുവനും എന്നർത്ഥത്തിലാണ്. ന അതിതിതർത്തി, അതിതരണം ചെയ്യുന്നില്ല. തിതർത്തി എന്ന് പറഞ്ഞാൽ തരണം ചെയ്യുക, മായയെ അതിക്രമിക്കുക, അതിതരണം ചെയ്യുക. അപ്പൊ മായയെ ജയിക്കാൻ സാധിക്കുന്നില്ല. യയാ ജനോ മുഹ്യതി വേദ ന അർത്ഥം. യയാ ജനഃ മുഹ്യതി, യയാ മായയാ ജനഃ ലോകഃ ജന്തുഃ മുഹ്യതി. ഏതൊരു ഭഗവാന്റെ മായ കൊണ്ടാണോ ഈ ലോകത്തിലുള്ള സകലരും മോഹിച്ചിരിക്കുന്നത്, അർത്ഥം ന വേദ, അതുകൊണ്ട് തന്നെ പരമാർത്ഥത്തെ അറിയുന്നില്ല. എന്താണ് പരമാർത്ഥം എന്നുള്ളത് ഭഗവാന്റെ മായ കൊണ്ട് മോഹിതരായിട്ടുള്ള ഒരു ജന്തുവും അറിയുന്നില്ല. എന്താണ് മായ? ഈ നാനാത്വ ബ്രഹ്മം തന്നെ മായ. ഞാൻ ഈ ശരീര മനോബുദ്ധികളിൽ അഭിമാനിച്ചിരിക്കുന്ന ഈ ജീവനാണെന്നുള്ളതായിട്ടുള്ള ഭേദഭാവവും ഈ ലോകത്തിലെ ഓരോരോ വസ്തുക്കളും വേറെ 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 വേറെയാണെന്നും അങ്ങനെയുള്ള നാനാത്വ ഭ്രമം, ഇതാണ് ഏറ്റവും വലിയ മായ. എന്തുകൊണ്ടാണ്? ആ ഭഗവാനെ അറിയാത്തത് കൊണ്ട് തന്നെയാണ്. ഭഗവാനിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. ഞാനടക്കം എന്റെ എല്ലാ ശക്തിയും, എന്നെ ഞാനാക്കുന്ന എന്തൊക്കെ ഉണ്ടോ, എന്റെ ശരീരം, എന്റെ ഇന്ദ്രിയങ്ങൾ, എന്റെ മനസ്സ്, എന്റെ പ്രാണൻ, എന്റെ ബുദ്ധി, എല്ലാം 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 എന്റേതല്ല, എന്റേതല്ല, എന്റേതല്ല. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല, അവൻ തന്നതാണ്, അവന്റേതാണ്, അവൻ തന്നെയാണ്. ഇത് തിരിച്ചറിയായികരാണ് മായ 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 എന്ന് പറയുന്നത്. ഈ ലോകവും അവൻ തന്നെയാണ്, അവൻ ഉണ്ടാക്കിയതാണ്, അവനിൽ നിന്നുണ്ടാക്കിയതാണ്, അവൻ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഞാനും ഈ ലോകവും അവനിൽ നിന്ന് ഒട്ടും ഭിന്നമല്ലാതിരിക്കെ, പലതില്ലാതിരിക്കെ, ഏകമായിരിക്കെ, അദ്വൈതമായിരിക്കെ, എല്ലാറ്റിനെയും വേറെ 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 കണ്ട് ഭ്രമിച്ച് രാഗദ്വേഷങ്ങളോടെ, കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളോടെ കലഹിച്ചുകൊണ്ട്, അസ്വസ്ഥതയുണ്ടാക്കിക്കൊണ്ട്, സ്വയം നശിച്ചുകൊണ്ട്, സ്വയം ദുഃഖിച്ചുകൊണ്ട് കഴിയുന്നത് തന്നെയാണ് മായ. ഈ മായയെ മൂഢന്മാരായിട്ടുള്ളവർ, ജനങ്ങൾ, ജന്തുക്കൾ വിചാരം ചെയ്യാത്തത് വരേക്കും ന വേദ ന അതിതിതർത്തി, ഈ അർത്ഥങ്ങളെ, പരമാർത്ഥത്തെ അറിയാത്ത ജനങ്ങൾ ഭഗവാന്റെ മായയെ തരണം ചെയ്യുന്നില്ല. ഭഗവാന്റെ മായയെ തരണം ചെയ്യണമെങ്കിൽ ഭഗവാനെ അറിയണം. ഭഗവാൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഗീതയിൽ പറയണു, ദൈവീ ഹേഷാ ഗുണമയീ മമ മായ ദുരത്യയാ. എന്റെ മായ ഹേഷാ ഗുണമയീ, ത്രിഗുണാത്മികയായിട്ടുള്ള മായയാണത്. ഓരോരുത്തരെയും ഓരോ ഗുണങ്ങളെ കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. സാത്വികന്മാർ അങ്ങനെയുള്ള വിചാരം കൊണ്ട് ബദ്ധരാണ്, താമസന്മാർ ആ ഗുണം കൊണ്ട് ബദ്ധരാണ്, രാജസന്മാർ ആ ഗുണം കൊണ്ട് ബദ്ധരാണ്. ഗുണമെന്നാൽ കയറു തന്നെയാണ്. എല്ലാവരും പാശബദ്ധരാണ്.
എല്ലാവരും പശുക്കളാണ്, മോഹിതരാണ്, ജന്തുക്കളാണ്. അപ്പോ ദൈവീ ഹേഷാ ഗുണമയി മമ മായ ദുരത്യയ, എന്റെ മായ അത്യയം ചെയ്യാൻ ദുഃഖമേറിയതാണ്, തരണം ചെയ്യാൻ പ്രയാസമേറിയതാണ്. എന്നാൽ മാമേവ യേ പ്രപദ്യന്തേ മായാം ഏതാം തരന്തിതേ, ആരാണോ എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞാലോ സത്യം പരം ധീമഹി എന്ന് ആരാണോ എന്നെ ശരണം പ്രാപിക്കുന്നത്, അല്ലാതെ ആരുടെയെങ്കിലും മകനായിരിക്കുന്ന എന്നെ ശരണം പ്രാപിക്കലല്ല. വസുദേവ ദേവകി പുത്രനായോ നന്ദഗോപ യശോദാപുത്രനായോ ദശരഥ കൗസല്യാപുത്രനായോ അതിഥി കശ്യപപുത്രനായോ ജമദഗ്നി രേണുകാപുത്രനായോ വസുദേവ രോഹിണി പുത്രനായോ അങ്ങനെയുള്ള അവതാര മൂർത്തികളായിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഞാൻ നാടകം അഭിനയിച്ചതാണ്, വേഷം കെട്ടി വന്നതാണ്. ആ വേഷത്തിൽ നിങ്ങൾ ഭ്രമിച്ചു പോകരുത്. എന്നെ ശരിക്കറിയണം. എന്നെ അറിയാത്തവർ മൂഢന്മാരാണ്. അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനുമാശ്രിതം പരംഭാവമജാനന്ദ മമ ഭൂതമഹേശ്വരം. എന്റെ ആ പരംഭാവം അത് ഭൂതമഹേശ്വരമായ ഭാവമാണ്. എല്ലാ ഭൂതങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്നതായിട്ടുള്ള എല്ലാറ്റിൻ്റെയും നിയന്താവായിരിക്കുന്ന ആ ഭാവമാണ് എൻ്റെ യഥാർത്ഥ ഭാവം, പരമമായിട്ടുള്ള ഭാവം. അതിനെ അറിയാതെ എന്നെ വെറും ഒരു മനുഷ്യനായിട്ട് അവഗണനയോടെ കാണുന്നു മൂഢന്മാർ. ഭഗവാന്റെ ഈ നാമരൂപങ്ങളിൽ അവതാരമൂർത്തികളിൽ നമ്മൾ ഭ്രമിക്കാൻ പാടില്ല. അത് ഭഗവാന്റെ തത്വത്തിലേക്കുള്ള വഴിയാണ്. ഭഗവാൻ ആരെന്ന് അറിയാനും ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കാനുമുള്ള മൂർത്തികളാണതെല്ലാം. അമൂർത്തമായതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതുകൊണ്ട് കാരുണ്യമൂർത്തിയായ ഭഗവാൻ നമ്മൾക്ക് ധ്യാനിക്കാനും ചിന്തിക്കാനും ഒക്കെ ആയിട്ട് ഭഗവാന്റെ മനോഹരങ്ങളായിട്ടുള്ള രൂപങ്ങളെ കാണിച്ചു തന്നു. പക്ഷെ ആ രൂപത്തിലൂടെ നമ്മൾ രൂപരഹിതമായിരിക്കുന്ന തത്വത്തിലേക്ക് എത്തണം. ഭഗവാന്റെ തത്വമാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. അതിനുള്ള മാർഗമാണ് ഭഗവാന്റെ രൂപം, എല്ലാ രൂപങ്ങളും. അപ്പോ ആ ഭഗവാനെ ആരാണോ ശരണം പ്രാപിക്കുന്നത്, ഭഗവാന്റെ തത്വമറിഞ്ഞ് ശരണം പ്രാപിക്കുന്നത്, മാമേവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ, ഈ മായയെ അവര് തരണം ചെയ്യുന്നു. അപ്പോ യാ ജനോ മുഹ്യതി വേദന അർത്ഥം തം നിർജിതാത്മാത്മഗുണം പരേശം നമാമ ഭൂതേഷു സമം ചരന്തം. തം അവനെ, ഏതൊരുവന്റെ മായ കൊണ്ടാണോ ജനങ്ങൾ മോഹിച്ചിരിക്കുന്നത് അവനെ, മായാനാഥനെ, നിർജിത ആത്മാത്മഗുണം. നിർജിത ആത്മാ ആരാണോ തന്നെ തന്നെ ജയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ തന്റെ മായയെ ജയിച്ചിരിക്കുന്നത്, ആത്മഗുണങ്ങളെ എന്നുവെച്ചാൽ മായാഗുണങ്ങളോടുകൂടിയ. അപ്പൊ തന്റെ മായയെയും മായാഗുണങ്ങളെയും ആര് നല്ലതുപോലെ നിയന്ത്രിച്ചിരിക്കുന്നുവോ, ജയിച്ചിരിക്കുന്നുവോ, മായയ്ക്ക് അതീതനായിരിക്കുന്നുവോ, മായാതീതനായ ആ പരേശം, പരേശം പരാണാമപി ഈശഃ, ഏറ്റവും ശ്രേഷ്ഠന്മാർക്ക് പോലും ഈശനായിരിക്കുന്ന ആ സർവേശ്വരനെ ഭൂതേഷു സമം ചരന്തം, എല്ലാ ഭൂതങ്ങളിലും സമമായി ചരിക്കുന്നവൻ, സർവത്ര സമനായിരിക്കുന്ന, എല്ലാ ആഭരണങ്ങളിലും സ്വർണം സമമായിരിക്കുന്നു എന്നുവെച്ചാൽ ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നു. എല്ലാ മൺപാത്രങ്ങളിലും മണ്ണ് ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നു. എല്ലാ വസ്ത്രങ്ങളിലും നൂല് എല്ലായിടത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നു. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഒരേപോലെ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ വ്യാപിച്ചിരിക്കുന്നു. സമം ചരന്തം ഭൂതേഷു. അപ്പോൾ ആ ഭൂതങ്ങളിൽ സമമായിരിക്കുന്ന അവനെയാണ് ദർശിക്കേണ്ടത്.
അല്ലാതെ ഭൂതങ്ങളിൽ ഭ്രമിക്കാൻ പാടില്ല. മുമ്പേ പറഞ്ഞതുപോലെ ഭഗവാന്റെ അവതാരമൂർത്തിയിൽ ഭ്രമിക്കാതെ ഭഗവാന്റെ തത്വത്തെ അറിയണം എന്ന് പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിലെ നാമരൂപങ്ങളിൽ ഭ്രമിക്കാതെ ഈ നാമരൂപങ്ങൾക്കൊക്കെ ആശ്രയമായ വസ്തുവിനെ അറിയണം. അതാണ് ഭഗവാൻ. അതാണ് സമം ചരന്തം. എല്ലാറ്റിലും സമമായി വ്യാപിച്ചിരിക്കുന്ന ആ പരേശനെ, ആ മായാനാഥനെ, ഈ മായയെ മുഴുവൻ ആര് എന്താ പറയുക തന്റെ ലീല കൊണ്ട് പ്രകാശിപ്പിച്ചിരിക്കുന്നുവോ, തന്റെ വിഭൂതിയായി പ്രകാശിപ്പിച്ചിരിക്കുന്നുവോ, ആ മായാനാഥനെ ഞാനിതാ നമസ്കരിക്കുന്നു. ഐ സറണ്ടർ അൺടു ഹിം. എന്റെ ഈഗോയെ ഞാൻ അവിടെ സമർപ്പിക്കുന്നു. എന്റെ തെറ്റിദ്ധാരണകളെ, ഈഗോ നിമിത്തമായിട്ടുള്ള തെറ്റിദ്ധാരണകളെ, അജ്ഞാനത്തെ എല്ലാം ഞാൻ അവിടെ സമർപ്പിക്കുന്നു. ഈ സമർപ്പിക്കല് ഞാനില്ലാതാവലാണ്. എന്റെ ഭേദഭാവം, എന്റെ അഹങ്കാരം പൂർണ്ണമായി അവിടെ തെറ്റിദ്ധാരണ കൊണ്ടുണ്ടായതാണ്. ഭഗവാനെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ആ തെറ്റിദ്ധാരണ മാറ്റിത്തരാനായിക്കൊണ്ട് ഭഗവാനിൽ പൂർണ്ണമായി ശരണം പ്രാപിക്കുക. ഈ തെറ്റിദ്ധാരണ നമ്മളിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കണം. ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് ഈ തെറ്റിദ്ധാരണ മാറ്റിത്തരണേ, ഈ തെറ്റിദ്ധാരണ മാറ്റിത്തരണേ. ഞാനും അങ്ങും ഈ ലോകവും ഒന്നാണെന്നുള്ള ധാരണ എന്നിൽ ഉറപ്പിക്കണേ. ഞാനും ഈ ലോകവും അങ്ങും വേറെ വേറെയാണെന്നുള്ളതായിട്ടുള്ള ഭേദഭാവന അത് തെറ്റിദ്ധാരണയാണ്, അതെന്റെ കുഴപ്പമാണ്, മായ കൊണ്ട് സംഭവിച്ചതാണ്. ആ മായയെ നീക്കി, ആ തെറ്റിദ്ധാരണ നീക്കി എന്നെ സത്യം പ്രകാശിപ്പിച്ചു തരണേ. ഞാൻ സത്യത്തെ എപ്പോഴും ദർശിക്കുമാറാകട്ടെ. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി. നയസ്യ കശ്ചാദിതി തർത്തിമായാം യയാ ജനോ മുഹ്യതി വേദനാർത്ഥം തം നിർജിതാത്മാത്മഗുണം പരേശം നമാമ ഭൂതേഷു സമം ചരന്തം. ഇമേ വയം യത് പ്രിയയൈവ തന്വാ സത്വേന സൃഷ്ടാ ബഹിരന്തരാവിഹി ഗതിം ന സൂക്ഷ്മാം ഋഷയശ്ച വിദ്മഹേ കുതോ അസുരാദ്യാ ഇതര പ്രധാനാഃ. ഇമേ വയം യത് പ്രിയയൈവ തന്വാ സത്വേന സൃഷ്ടാ ബഹിരന്തരാവിഹി ഗതിം ന സൂക്ഷ്മാം ഋഷയശ്ച വിദ്മഹേ കുതോ അസുരാദ്യാ ഇതര പ്രധാനാഃ. വീണ്ടും ബ്രഹ്മദേവൻ പറയുന്നു, ഇമേ വയം, ഈ ഞങ്ങൾ, ബ്രഹ്മാവും മറ്റ് ദേവന്മാരും, ഇമേ വയം യത് പ്രിയയാ തന്വാ സത്വേന ഏവ സൃഷ്ടാഃ. യത് പ്രിയയ, യാതൊരു അങ്ങയ്ക്ക് പ്രിയമായ, തന്വാ തനുകൊണ്ട്, മൂർത്തി കൊണ്ട്, ശരീരം കൊണ്ട്, സത്വേന, സത്വേന തന്വാ എന്നർത്ഥം, സാത്വികമായ ഭാവം കൊണ്ട്, സൃഷ്ടാഹ. അപ്പൊ അങ്ങയുടെ സത്വഗുണത്തിൽ നിന്നാണ് ബ്രഹ്മാവും ദേവന്മാരുമെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഭഗവാന്റെ ആ സാത്വിക അംശമാണ് ഇവർക്കെല്ലാം, ഇവരെയൊക്കെ സൃഷ്ടിക്കുന്നതിന് ഭഗവാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഋഷയഃ എന്നും ആ ഋഷികളും എല്ലാവരും സത്വഗുണം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. ബഹിഹി അന്തഃ ആവി, പുറത്തും അകത്തും, ആവിഹി എന്ന് പറഞ്ഞാൽ പ്രകടമായിരിക്കുന്നു, പ്രകാശിക്കുന്നു. അപ്പൊ അകവും പുറവും എല്ലാം നിറഞ്ഞിരിക്കുന്നു. ഭഗവാൻ എല്ലായിടത്തും സ്പഷ്ടമായി പ്രകാശിക്കുന്നു എന്നർത്ഥമാണ്. ബഹിരന്തഃ ആവി എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് ബഹിഹി, എല്ലാറ്റിന്റെ പുറത്തും, അന്തഃ അകത്തും ആവിഹി പ്രകാശിക്കുന്നത്. സകല ചരാചരങ്ങളിലും അങ്ങ് നിറഞ്ഞിരിക്കുന്നു. അകവും പുറവും തെങ്ങും മഹിമാവാർന്ന് നിൻ പദം പുകഴ്ത്തുന്നു. അപ്പൊ ബഹിഹി അന്തഃ ആവി, അങ്ങനെയുള്ള അങ്ങയുടെ സൂക്ഷ്മാം ഗതിം ന വിദ്മഹേ, അങ്ങയുടെ സൂക്ഷ്മമായ തത്വത്തെ, ഗതി എന്ന് പറഞ്ഞ സ്വരൂപത്തെ, തത്വത്തെ, ന വിദ്മഹേ, വയം ന വിദ്മഹേ, ഈവൻ വി ഡോണ്ട് നോ,
ആരായി ബ്രഹ്മാദയ, ബ്രഹ്മാവ്, ദേവന്മാർ, ഋഷികൾ. അപ്പോ യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുത അല്ലേ സ്തുന്നുന്തി ദിവ്യൈ സ്തവൈഹി. ആരാണോ, ഏതൊരു ഭഗവാനെയാണോ ഈ പറഞ്ഞ സാത്വികന്മാരായ ആളുകൾ പോലും അറിയുന്നില്ല എന്നാ പറഞ്ഞ വിദ്മഹേ വയം ന വിദ്മഹേ. അപ്പൊ പിന്നെ ഇതരപ്രധാനാഹ അസുരാദ്യാഹ കുതഃ. ഇതരപ്രധാനാഹ എന്ന് പറഞ്ഞാല്, ഇതരം എന്ന് പറഞ്ഞാൽ സത്വത്തിൽ നിന്ന് ഇതരം, രാജസ താമസങ്ങൾ. ഇപ്പൊ രജോ ഗുണപ്രധാനികളായിരിക്കുന്നവരോ തമോ ഗുണപ്രധാനികളോ ആയിരിക്കുന്നവരായിട്ടുള്ള അസുരന്മാർ, ഇന്ദ്രിയ ലോലുപന്മാർ, അത് മനുഷ്യരാവാം, രാക്ഷസന്മാരാവാം, അസുരന്മാരാവാം, അങ്ങനെയുള്ള നീചയോനികളൊക്കെ ആവാം. തമോ ഗുണപ്രധാനികളും രജോ ഗുണപ്രധാനികളുമായിട്ടുള്ള ആളുകള് എങ്ങനെ അറിയാനാണ്? സാത്വികന്മാരായ ഞങ്ങൾക്ക് തന്നെ അങ്ങയുടെ സ്വരൂപം, അങ്ങയുടെ തത്വം, അങ്ങയുടെ ഗതി ന വിദ്മഹേ, ഞങ്ങൾ അറിയുന്നില്ല. അപ്പോ ഞങ്ങളും സാത്വികമായയാൽ മോഹിതരാണ്, അഭിമാനികളാണ്. മറ്റവരുടെ കാര്യം അവർ രാജസ താമസമായകളെ കൊണ്ട് മോഹിതരാണ്. അവർ വലിയ അഹങ്കാരികളും സ്വാർത്ഥരും നടപ്പുകാരുമാണ്. അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ഏട്ടന്മാരായിട്ടുള്ള ഞങ്ങൾക്കേ അറിയുന്നില്ലെങ്കിൽ അനുജന്മാർക്ക് എങ്ങനെ അറിയും? അപ്പോ സ്വയം ബ്രഹ്മദേവനും ദേവന്മാരും പറയുകയാണ്, ഭഗവാനെ അങ്ങയുടെ യഥാർത്ഥ തത്വം ഞങ്ങൾക്ക് അറിയുന്നില്ല. അതാണ് ഞങ്ങളുടെ ദുഃഖ കാരണം. ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ ദുഃഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഭഗവാന്റെ സ്വരൂപം, ഭഗവാന്റെ തത്വം അറിയുന്നില്ല. ഏകവും അദ്വിതീയവുമായിട്ടുള്ള ഒരേ ഒരു വസ്തു മാത്രമേ ഉള്ളൂ. ബാക്കി ഇവിടെ കാണുന്ന നാമരൂപങ്ങൾ, ആധ്യാത്മിക, അതിഭൗതിക, അതിദൈവികങ്ങളായിട്ടുള്ള ഭേദങ്ങൾ എല്ലാം കൽപ്പിതമാണ്, ഭ്രമമാണ്, അൺറിയലാണ്. റിയൽ ആയിട്ടുള്ളത് അങ്ങ് മാത്രമാണ്. അങ്ങേക്ക് ഒരു കാലത്തും ഒരു വികാരവുമില്ല, അവിക്രിയനാണ് അങ്ങ്, നാശമില്ല, അവ്യയനാണ് അങ്ങ്. ആ അവിക്രിയത്വത്തെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ദുഃഖവുമില്ല. എല്ലാറ്റിലും സ്വർണം കാണുന്ന സ്വർണപ്പണിക്കാരന് സ്വർണ ആഭരണങ്ങൾ കേടുവന്നാലും പൊട്ടിയാലും ഒരു സങ്കടവുമില്ല. കാരണം അയാൾക്ക് ആ മെറ്റീരിയൽ അവിടെ ഉണ്ടായാൽ മതി, അല്ലേ? ആ തൂക്കം കുറയാതിരുന്നാൽ മതി. സാധനം അവിടെ ഉണ്ടോ? ആരും കട്ടുകൊണ്ടുപോയിട്ടില്ലയോ? മെറ്റീരിയൽ അവിടെ ഉണ്ടോ? അത് മാല പൊട്ടിക്കോട്ടെ, മോതിരം വളഞ്ഞോട്ടെ, വള കേടുവന്നോട്ടെ, പാദസരം അറ്റോട്ടെ, അതിലെ മുത്തുകളൊക്കെ വേർപെട്ടോട്ടെ, എന്തു വേണമെങ്കിൽ ആയിക്കോട്ടെ, സാധനം അവിടെ ഉണ്ടല്ലോ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം, അല്ലേ? ഒരു ഗോൾഡ് സ്മിത്തിനെ സംബന്ധിച്ച് ആ മെറ്റീരിയൽസ് ഒക്കെ ചളുങ്ങിയാലും പൊട്ടിയാലും കേടുവന്നാലും നിറം മങ്ങിയാലും ഒരു പ്രശ്നവുമില്ല. കൂളാണ് മൂപ്പര്, ഞാൻ നോക്കിക്കോളാം. ഇതുപോലെ ഈ കാണുന്ന നാമരൂപങ്ങളൊക്കെ ഏതൊരു സത്യത്തിന്റെ ഭാനമാണ്, ഏതൊരു സത്യത്തെ തെറ്റിദ്ധരിച്ചതാണ് എന്ന് കാണുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ദുഃഖങ്ങളൊന്നും ഇല്ല, യാതൊരു തരത്തിലുള്ള ദുഃഖങ്ങളുമില്ല. ഇപ്പൊ ദുഃഖമുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഭഗവാനെ ശരണം പ്രാപിച്ചിരിക്കുന്നത്, ദുഃഖത്തിൽ നിന്നുള്ള മോചനത്തിനായിക്കൊണ്ട്. ഇമേ വയം യത് പ്രിയയൈവ തന്മാ സത്വേന സൃഷ്ടാ ബഹിരന്തരാവി ഗതിം ന സൂക്ഷ്മാം ഋഷയശ്ച വിദ്മഹേ കുതോ അസുരാദ്യാ ഇതരപ്രധാനാ. ഞങ്ങൾക്കറിയുന്നില്ല, അസുരന്മാർക്ക് ഒട്ടും അറിയില്ല. അങ്ങനെയുള്ള അങ്ങയുടെ ആ പരമാത്മ സ്വരൂപത്തെ ഞങ്ങൾ സ്മരിക്കുന്നു, വണങ്ങുന്നു. ഇനി 12 ശ്ലോകങ്ങളെ കൊണ്ട് അറിയുന്ന സ്വരൂപത്തെ വർണ്ണിക്കുകയാണ്. ഭഗവാന്റെ പരമാർത്ഥ സ്വരൂപത്തെ അറിയില്ല. ഭഗവാന്റെ ആ റിയൽ നേച്ചർ,
അതറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയാം. അപ്പോ അറിയുന്ന വിശ്വത്തെ, ഈ പ്രപഞ്ചത്തെ, ഇതിലുള്ള നാനാത്വങ്ങളെ ഒക്കെ ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം അങ്ങയുടെ തന്നെ അംശങ്ങളായിട്ട്, അങ്ങയുടെ വിഭൂതിയായിട്ട് ഞങ്ങൾ കാണുന്നു. അങ്ങാരാണ് ഈ വിഭൂതികളുടെയൊക്കെ ഉടമസ്ഥൻ? മഹാവിഭൂതി. ഭഗവാനെ വിളിക്കുന്നത് ഇനി 12 ശ്ലോകങ്ങളില് മഹാവിഭൂതി എന്നാണ്. മഹാവിഭൂതി നഹ പ്രസീദതാം. ആ മഹാവിഭൂതി ഞങ്ങളിൽ പ്രസാദിക്കട്ടെ. ഏതാ മഹാവിഭൂതി? ഈ കാണുന്ന വിഭൂതികളൊക്കെ ആരുടെ വിഭൂതിയാണോ, ഈ കാണുന്ന ശ്രീയൊക്കെ, ഐശ്വര്യമൊക്കെ ആരാണോ ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ, അവനാണ് മഹാവിഭൂതി. ആ മഹാവിഭൂതി ഞങ്ങളിൽ പ്രസാദിക്കട്ടെ. നഹ പ്രസീദതാം എന്ന് പറയുമ്പോൾ ആ മഹാവിഭൂതിയെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമാറാകട്ടെ. ഇതിന്റെയൊക്കെ ഉടമസ്ഥനായി എപ്പോഴും ആ ഭഗവാനെ നമ്മൾ റിമെമ്പർ ചെയ്യുമാറാകട്ടെ. മേ വി ഓൾവേസ് റെക്കഗ്നൈസ് ഹിം ആൻഡ് റിമെമ്പർ ഹിം. ഇതാണ് വേണ്ടത്. അതാണ് പ്രസീദതാം എന്നുള്ള പ്രാർത്ഥനയുടെ താല്പര്യം. ആ ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കട്ടെ, പ്രസന്നനാവട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആ ഭഗവത് ചിന്ത തെളിഞ്ഞ് പ്രകാശിക്കട്ടെ. ഭഗവത് സ്വരൂപം, അല്ലെങ്കിൽ ഈ കാണുന്നതെല്ലാം ഭഗവാനാണെന്നുള്ള ആ സർവാത്മബോധം നമ്മുടെ ഉള്ളില് ഉറക്കട്ടെ. അങ്ങനെ ഈ കാണുന്നതെല്ലാം ഭഗവാനാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ അപ്പുറത്തേക്കും നമുക്ക് കടക്കാം. ഫ്രം നോൺ ടു അൺനോൺ. അതാണ് ഈ പുരുഷസൂക്തം ഉപാസനയുടെ തത്വം. ഫ്രം നോൺ ടു അൺനോൺ, അല്ലെങ്കിൽ ഇൻഡിവിജ്വാലിറ്റി ടു ടോട്ടാലിറ്റി, ടോട്ടാലിറ്റി ടു റിയാലിറ്റി. ആദ്യം നമ്മൾ ഇൻഡിവിജ്വൽ ഇൻസിഗ്നിഫിക്കന്റ് ആണെന്ന് അറിയുകയും ടോട്ടലിന്റെ അംശമാണെന്ന് അറിയുകയും ചെയ്യുക. ടോട്ടലേ ഉള്ളൂ എന്നുള്ള സത്യം അറിയുക, ഉണരുക. ഇപ്പൊ നമ്മുടെ ശരീരത്തിലെ ഒരു കോശവും സ്വതന്ത്രമല്ല, ഒരു രോമവും സ്വതന്ത്രമല്ല, നമ്മുടെ ശരീരത്തിലുള്ള ഒരു അവയവവും സ്വതന്ത്രമല്ല. ഇതിന്റെ മൊത്തത്തിലുള്ള ഇതിന്റെ അംശങ്ങളാണ്, പാർട്ടുകളാണ്. ഒന്നിനും സ്വാതന്ത്ര്യമില്ല. ഇതിൽ മുഴുവൻ അഭിമാനിക്കുന്നു ഞാൻ, അല്ലേ? അതുപോലെ ഈ പ്രപഞ്ച ശരീരത്തിലെ ഓരോ രോമമോ കോശമോ നഖമോ ഏതൊക്കെയോ അംശങ്ങളാണ് ഞാനും നിങ്ങളും, ഈ ലോകത്തിലുള്ള സകല വസ്തുക്കളും. നമുക്കൊരു സ്വാതന്ത്ര്യവുമില്ല. ഈ വിരാട് ശരീരത്തിലെ അവയവങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ അവയവങ്ങളുടെ ഉടമസ്ഥനായ അവയവിയാണ് സ്വതന്ത്രൻ. ആ അവയവി എന്ത് തീരുമാനിക്കുന്നോ അതേ നടക്കുള്ളൂ. ഇപ്പോ എന്റെ ശരീരത്തിലെ രോമങ്ങളുടെ കാര്യം, അത് തലയിൽ ഉണ്ടാവണോ ദേഹത്തുണ്ടാവണോ എവിടെയൊക്കെ ഉണ്ടാവണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എനിക്ക് മീശ വെക്കാം, താടി വെക്കാം, വടിച്ചു കളയാം, മുട്ടയടിക്കാം, തലമുടി എങ്ങനെ വേണമെങ്കിൽ നീട്ടി വളർത്താം, ശരീരത്തിലുള്ള രോമങ്ങളൊക്കെ വേണമെങ്കിൽ ഷേവ് ചെയ്ത് കളയാം, എന്റെ നഖം വേണമെങ്കിൽ വളർത്താം അല്ലെങ്കിൽ മുറിക്കാം. അതുപോലെ ശരീര അവയവങ്ങൾ നമുക്ക് ആവശ്യം ഒഴിവാക്കാൻ പറ്റാത്തതിനെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് നമ്മൾ കളയുന്നില്ല എന്നേ ഉള്ളൂ. കളയാൻ പറ്റുന്നതൊക്കെ നമ്മൾ കളയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ശരീരം എങ്ങനെയാണോ ഇതിന്റെ ഉടമസ്ഥനായിട്ട് നമ്മൾ അഭിമാനിച്ച് അതിനെ നിയന്ത്രിക്കുന്നത്, അതുപോലെ ഈ പ്രപഞ്ച ശരീരത്തിന്റെ ഉടമസ്ഥനാണ് ഇവിടുത്തെ മഹാവിഭൂതി. ആ മഹാവിഭൂതി നമ്മളിൽ പ്രസാദിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ മഹാവിഭൂതിയുടേതാണ് ഈ വിശ്വം, അവന്റെ ശരീരമാണ്. നമ്മളതിൽ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അടുത്തുള്ള ഓരോരുത്തരും പാർട്ടുകളാണ്. ഈ പാർട്ടുകൾ തമ്മിൽ മത്സരിക്കാൻ പാടില്ല, യുദ്ധങ്ങൾ പാടില്ല. ഇത് ഹോളിന്റെ നിലനിൽപ്പിനായിക്കൊണ്ടാണ് നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടതാണ്, അല്ലേ?
നമ്മൾ ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഈ ശരീരം നിലനിൽക്കുള്ളൂ. ഈ പ്രപഞ്ച ശരീരം നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതറിഞ്ഞുകൊണ്ട് ഒന്നിച്ചു നിൽക്കണം. അപ്പൊ ആദ്യം അങ്ങനെ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയിൽ നിന്ന് ഈ ടോട്ടലിലേക്ക് നമുക്ക് വികസിക്കാം. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിക, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ. അത് കഴിഞ്ഞിട്ടോ, അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്ക് പോകണം. അതാണ് റിയാലിറ്റി. ഈ വിശ്വം ഭഗവാന്റെ ചെറിയൊരു അംശം മാത്രമാണ്. പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യ അമൃതം ദിവി. അതിന്റെ ഭഗവാന്റെ മുക്കാൽ ഭാഗം അലൗകികമായി അമൃതമായി ഈ വിശ്വത്തെ ട്രാൻസെൻഡ് ചെയ്ത് നിൽക്കുന്നു. അതാണ് റിയാലിറ്റി. അപ്പൊ അതിലേക്ക് നമുക്ക് നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബോധത്തെ ഉയർത്താനുള്ള പരിശ്രമമാണ് ഈ വിരാട് പുരുഷ ഉപാസന. അതാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോ അടുത്ത ശ്ലോകങ്ങളിലേക്ക് 12 ശ്ലോകങ്ങൾ. മഹാവിഭൂതി നമ്മളിൽ പ്രസാദിക്കട്ടെ, വിരാട് പുരുഷൻ നമ്മളിൽ പ്രസാദിക്കട്ടെ, വിശ്വരൂപൻ നമ്മളിൽ പ്രസാദിക്കട്ടെ എന്നാണ്. പാദൗ മഹീയം സ്വകൃതൈവ യസ്യ ചതുർവിധോ യത്ര ഹി ഭൂതസർഗഃ സ വൈ മഹാപൂരുഷ ആത്മതന്ത്രഃ പ്രസീദതാം ബ്രഹ്മ മഹാവിഭൂതിഃ. പാദൗ മഹീയം സ്വകൃതൈവ യസ്യ ചതുർവിധോ യത്ര ഹി ഭൂതസർഗഃ സ വൈ മഹാപൂരുഷ ആത്മതന്ത്രഃ പ്രസീദതാം ബ്രഹ്മ മഹാവിഭൂതിഃ. സഹ ബ്രഹ്മ മഹാവിഭൂതിഃ പ്രസീദത. ആ ബ്രഹ്മസ്വരൂപൻ ഏറ്റവും വലിയവനായ മഹാവിഭൂതി നമ്മളിൽ പ്രസാദിക്കട്ടെ. ഈ ബോധം നമ്മളിൽ എപ്പോഴും ഉണർത്തി നിർത്തട്ടെ. അപ്പോ എന്താ പറയണത്? പാദൗ മഹീ ഇയം സ്വകൃതായേവ യസ്യ ചതുർവിധോ യത്ര ഹി ഭൂതസർഗഃ. യത്ര ചതുർവിധഃ ഭൂതസർഗഃ ആ സ്വകൃതാ ഏവ ഇയം മഹീ യസ്യ പാദൗ. യസ്യ പാദൗ യാതൊരുവന്റെ 2 പാദങ്ങളാകുന്നുവോ ഇയം മഹീ ഈ ഭൂമി. ഈ ഭൂമി ആരാൽ കൃതം? സ്വകൃതായേവ. സ്വകൃത തന്നാൽ തന്നെ ചെയ്യപ്പെട്ടതാണ്, താൻ തന്നെ ചെയ്തതാണ്, സ്വകൃതമാണ്. കൃത എന്ന് പറയാൻ കാരണം സ്ത്രീലിംഗം ഇയം മഹീ ആയതുകൊണ്ടാണ്. മഹി എന്നുള്ളത് സ്ത്രീലിംഗം, ഇയം എന്നുള്ളതും സ്ത്രീലിംഗ ശബ്ദം. അപ്പൊ ഈ ഭൂമി എന്ന് പറഞ്ഞപ്പോ സ്വകൃത, സ്വകൃത സ്വയം ഭഗവാനാൽ കൃത ചെയ്യപ്പെട്ടവൾ. ഭഗവാൻ തന്നാൽ തന്നെ, തന്നിൽ നിന്ന് തന്നെ ചെയ്യപ്പെട്ടവളാണ് ഈ ഭൂമി. ഇയം മഹി. അത് യസ്യ പാദൗ ഭഗവാന്റെ പാദങ്ങളായി സങ്കല്പിക്കപ്പെടുന്നു. അപ്പോ എന്താണ് ഈ ഭൂമി? എത്ര ചതുർവിധഃ ഭൂതസർഗഃ. യത്ര എന്ന് പറഞ്ഞാൽ യാതൊന്നിലാണോ, യാതൊരു ഭൂമിയിലാണോ, ചതുർവിധഃ ഭൂതസർഗഃ 4 വിധത്തിലുള്ള സൃഷ്ടിജാലങ്ങൾ, ഭൂതസർഗങ്ങൾ. എന്താ ഇവിടുത്തെ ചതുർവിധങ്ങളായ ഭൂതസർഗങ്ങൾ? ഇവിടെ അനേക യോനികളുണ്ടല്ലോ, 84 ലക്ഷം യോനികളായിട്ട് പറയൂലോ, അല്ലെങ്കിൽ കോടിക്കണക്കിന് സ്പീഷീസ് അല്ലെ, സസ്യലതാദികളും പക്ഷിമൃഗാദികളും അതുപോലെയുള്ള ഏകകോശ ജന്തുക്കൾ മുതൽക്ക് എത്ര വൈവിധ്യങ്ങളുണ്ട്. പക്ഷെ അതിനെയൊക്കെ ഇവിടെ നമ്മുടെ ശാസ്ത്രങ്ങളിൽ 4 ആക്കി തിരിച്ചിട്ടുണ്ട്. എളുപ്പത്തിന് 4 പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. 4 കോളം വെച്ച് അതിലേക്ക് ഏതിനെ ഫിക്സ് ചെയ്യണമെന്ന് തീരുമാനിച്ചോളൂ. അപ്പൊ എന്തൊക്കെയാണ് 4 വിധം? അത് അണ്ഡജം, സ്വേദജം, ജരായുജം, ഉദ്ഭിജം. എങ്ങനെ വേണം ഓർഡറിൽ പറയാം? ഉദ്ഭിജം, അണ്ഡജം, സ്വേദജം, ജരായുജം. ഇവിടെ ഉദ്ഭിജം എന്ന് പറഞ്ഞാല് ഉദ്ഭേദിച്ച് ജനിക്കുന്നത്. ഉദ്ഭേദിച്ച് ജനിക്കുന്നത് എന്ന് പറഞ്ഞാല് മുകളിലോട്ട് പൊട്ടിമുളച്ച് ഉണ്ടാവുന്നത് എന്നാണ് അർത്ഥം. എന്താണത്? സസ്യജാലങ്ങളാണ്.
വിത്തുകൾ നമ്മൾ വിതച്ചാൽ അത് സൂര്യനെ നോക്കി മുകളിലോട്ട് അതിന്റെ മുള വരുന്നു. മുകളിലോട്ട് തന്നെയാണ് അതിന്റെ വളർച്ച. ഉദ്ഭേദിച്ച് വരുന്നത് ഉദ്ഭിജം. ജം ജം എന്നുള്ളത് ജനിച്ചത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ വിത്തുകളിൽ നിന്നും ഉണ്ടാകുന്ന വൃക്ഷലതാദികളൊക്കെ ഉദ്ഭിജങ്ങളാണ്. അത് കഴിഞ്ഞ് അണ്ടജം എന്ന് പറഞ്ഞാലോ മുട്ടയിൽ നിന്ന് ജനിക്കുന്നത്. പക്ഷികളും മറ്റു പല ജന്തുക്കളും ഒക്കെ മുട്ടയിടുന്നതായിട്ടുള്ള ജന്തുക്കളുണ്ട് അല്ലെ. ചെറിയ ക്ഷുദ്ര പ്രാണികളൊക്കെ മുട്ടയിടുന്നവരുണ്ട്. അപ്പൊ ആ മുട്ടയിൽ നിന്ന് ജനിക്കുന്നത് അണ്ടാത് ജായതേതി അണ്ടജഹ, മുട്ടയിൽ നിന്ന് ജനിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ജന്തുക്കളുണ്ട്. മുട്ട പൊട്ടി വരുന്നു. വേറെ സ്വേദജം എന്ന് പറഞ്ഞാല് സ്വേദം വിയർപ്പാണ്. ഉഷ്ണജം എന്നും അവയെ പറയാമാണെങ്കിൽ വിയർപ്പിൽ നിന്ന് ഉണ്ടാവുന്നത്. പേന്, മൂട്ട, അതുപോലെയുള്ളതായിട്ടുള്ള ചെറിയ ഫംഗസുകള്, അങ്ങനെയുള്ളതായിട്ടുള്ള പ്രാണികള് സ്വേദജങ്ങളാണ്. ജരായുജങ്ങൾ എന്ന് പറഞ്ഞാൽ ജരായു എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം, അതിൽ നിന്ന് ജനിക്കുന്നത്. ഗർഭപാത്രത്തിൽ നിന്ന് ജനിക്കുന്നത് ജരായുജങ്ങൾ. അപ്പൊ പ്രസവിച്ച് ഉണ്ടാവുന്നവ. അപ്പൊ ഇങ്ങനെ ഉദ്ഭിജങ്ങൾ, അണ്ടജങ്ങൾ, സ്വേദജങ്ങൾ, ജരായുജങ്ങൾ എന്ന് 4 പട്ടികയാക്കിയിട്ട് നമ്മുടെ പൂർവികര് ഈ സൃഷ്ടിജാലങ്ങളെ നമുക്ക് എളുപ്പത്തിലാക്കി തന്നിട്ടുണ്ട്. ഇതിൽ ഓരോന്നിലും ഇനി അനേക വൈവിധ്യങ്ങളുണ്ട്. എങ്കിലും സാമാന്യമാണ് 4ആക്കി തിരിച്ചിരിക്കണം. അതാണ് ചതുർവിധം ഭൂതസർഗം. ഭൂതങ്ങൾ, സൃഷ്ടിജാലങ്ങൾ, അവയുടെ സൃഷ്ടി, അവയുടെ സർഗം, അവയുടെ മാനിഫെസ്റ്റേഷൻ, അത് 4 വിധത്തിലാണ്. അപ്പൊ ഇങ്ങനെ ഏതൊരു ഭൂമിയിലാണോ ഇങ്ങനെ 4 വിധത്തിലുള്ള ജീവരാശികൾ, ജീവജാലങ്ങൾ, ഭൂതസർഗങ്ങൾ ഉണ്ടാകുന്നത്, അത് ഭഗവാനാൽ തന്നെ സ്വകൃതായേവ, തന്നിൽ നിന്ന് തന്നെ നിർമ്മിക്കപ്പെട്ടതാണ്, തന്നാൽ തന്നെ നിർമ്മിക്കപ്പെട്ടതാണ്. ആ മഹീയസ്യ പാദൗ, ഏതൊരുവന്റെ പാദങ്ങളാകുന്നുവോ, സംശയം വേണ്ട. ആത്മതന്ത്ര മഹാവിഭൂതി മഹാപൂരുഷ ബ്രഹ്മ സഹ വൈ പ്രസീദതാം. അപ്പൊ ഭഗവാനെ വിശേഷിപ്പിച്ചു ആത്മതന്ത്ര. ആത്മതന്ത്ര സ്വയം തന്നിൽ തന്നെ തന്ത്രൻ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രൻ. ആത്മതന്ത്ര സ്വതന്ത്ര, അന്യനാൽ നിയന്ത്രിക്കപ്പെടുന്നവനല്ല, ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നവനല്ല, ഇൻഡിപെൻഡന്റ്. അവൻ സ്വയമേവ ഉണ്ടായിരുന്നു, ഉണ്ടാവേണ്ട ആവശ്യമില്ല, നശിക്കുകയുമില്ല, ആരാലും നിയന്ത്രിക്കപ്പെടുന്നവനുമല്ല, യാതൊരു പരിമിതിയുമില്ലാത്തവനാകുന്നു. അതാണ് ആത്മതന്ത്ര. അങ്ങനെ തനിക്ക് താൻ തന്നെ നിയന്ത്രണം, ആത്മാധീനനാണ്, സ്വതന്ത്രനാണ്. അങ്ങനെയുള്ള മഹാവിഭൂതി, മഹത്തായ ഐശ്വര്യത്തോടു കൂടിയവൻ ആ വിരാട് പുരുഷൻ. മഹാപൂരുഷ, ആ മഹാനായ പുരുഷൻ, പൂർണ്ണനായ പുരുഷൻ. ബ്രഹ്മ, ആ വലിയവൻ, ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന സഹ വൈ പ്രസീദത, ആ ബ്രഹ്മം തന്നെയാണ് വിരാട്ടായിരിക്കുന്നത്. ആ വിശ്വരൂപനായ ബ്രഹ്മം എന്നിൽ പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാം ആ ഈശ്വരനാണെന്നുള്ള ബോധം എന്നിൽ എപ്പോഴും പ്രകാശിക്കട്ടെ. അപ്പോൾ എനിക്ക് ഭേദഭാവനകൾ ഉദിച്ചു വരികയില്ല. ഭേദഭാവനകളിൽ നിന്നുള്ളതായിട്ടുള്ള രാഗദ്വേഷാദികൾ, കാമക്രോധാദികൾ ഒന്നും ഉണ്ടാവില്ല. യാതൊരു തരത്തിലുള്ള മനോവികാരങ്ങളും എന്റെ മനസ്സിന്റെ ആ സമത്വത്തെ ഇല്ലാതെയാക്കി മനസ്സിൽ വിഷമഭാവം ഉണ്ടാവുകയില്ല. എപ്പോഴും എല്ലായിടത്തും സമം ദർശിക്കുന്ന ഒരാൾക്ക് മനസ്സ് വിഷമമാവില്ല. മനസ്സിന്റെ ബാലൻസ്, ഇക്വിലിബ്രിയം തെറ്റുകയില്ല. അപ്പൊ ആ ഒരു സമത്വ ദർശനം എനിക്ക് എപ്പോഴും ഉണ്ടാവണം. ആ സമം ആയിരിക്കുന്ന വസ്തു ബ്രഹ്മമാണ്, ഈശ്വരനാണ്. എല്ലായിടത്തും എല്ലാമായിരിക്കുന്നത് ഞാനടക്കം. ഒന്നും ഇവിടുന്ന് മാറ്റി നിർത്താനില്ല. എല്ലാം ആ മഹാവിഭൂതി തന്നെയാണെന്നുള്ള ബോധം എന്നെ അനുഗ്രഹിക്കട്ടെ. അതാണ് പ്രസാദം. പാദൗ മഹീയം സ്വകൃതൈവ യസ്യ ചതുർവിധോ യത്ര ഹി ഭൂതസർഗഃ സ്വവൈ മഹാപൂരുഷ ആത്മതന്ത്രഃ പ്രസീദതാം ബ്രഹ്മ മഹാവിഭൂതി. അപ്പൊ ഈ ഭൂമി, ഈ ശ്ലോകം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചൊല്ലാവുന്നതാണ്. ഈ ഭൂമിയിൽ കാണുന്ന സകലവും ആ മഹാവിഭൂതിയാണെന്നുള്ളതായിട്ടുള്ള സ്മരണ ഉണർത്താൻ.
ഭൂമിയെ നമ്മൾ തൊട്ടുതലയിൽ വെക്കുമ്പോൾ സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് കുട്ടികളായിരിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു. വലുതായി കഴിഞ്ഞാൽ ഇത് പ്രാർത്ഥിക്കാം. ഈ മഹി ആരുടെ പാദങ്ങളാണോ അവൻ എന്നിൽ പ്രസാദിക്കട്ടെ. പാദൗ മഹീയം സുകൃതൈവ യസ്യ ചതുർവിധോ യത്ര ഹി ഭൂതസർഗഃ സ വൈ മഹാപൂരുഷ ആത്മതന്ത്രഃ പ്രസീദതാം ബ്രഹ്മ മഹാവിഭൂതിഃ. ഭൂമിയെ പറഞ്ഞു. ഇനി ജലം കാണുന്നു നമ്മൾ പ്രകൃതിയിൽ. എല്ലാ ജലവും അവന്റെ ശക്തിയാണ്, അവന്റെ വീര്യമാണ്. ആ മഹാവിഭൂതിയുടെ പൊട്ടൻസി പ്രകടമാവുന്നതാണ് എല്ലാ ജലങ്ങളും. ഇവിടെ ജലമില്ലെങ്കിൽ സൃഷ്ടിയില്ല. ജലം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ജായത്തെ ലീയത്തെ, ആ രണ്ട് ക്രിയകളിൽ നിന്നാണ്. ഈ കാണുന്നതെല്ലാം യാതൊന്നിൽ നിന്ന് ജനിക്കുന്നുവോ യാതൊന്നിൽ ലയിക്കുന്നുവോ. എല്ലാറ്റിനെയും ലയിപ്പിക്കാനുള്ള സാമർഥ്യവും ജലശക്തിക്കുണ്ട്, എല്ലാറ്റിനെയും ജനിപ്പിക്കാനുള്ള ശക്തിയുമുണ്ട്. അപ്പൊ ജലമുള്ളിടത്തേ സൃഷ്ടിയുള്ളൂ. അങ്ങനെ കാണുന്ന എല്ലാ ജലവും അവന്റെ വീര്യമാണ്, അവന്റെ രേതസ്സാണ്. രേതസ് എന്ന് പറഞ്ഞ ഇവിടെ വീര്യം പൊട്ടൻസിയെയാണ് സൂചിപ്പിക്കുന്നത്. അവനാണ് എല്ലാറ്റിനും പൊട്ടൻസി കൊടുക്കുന്നത്. അതാണ് ഇവിടുത്തെ തത്വം. അംബസ്തു യത് രേത ഉദാരവീര്യം സിദ്ധ്യന്തി ജീവന്ത്യുതവർദ്ധമാനാഃ ലോകാസ്ത്രയോധാഖില ലോകപാലാഃ പ്രസീദതാം ബ്രഹ്മ മഹാവിഭൂതിഃ. അംബസ്തു യത് രേത ഉദാരവീര്യം സിദ്ധ്യന്തി ജീവന്ത്യുതവർദ്ധമാനാഃ ലോകാസ്ത്രയോധാഖില ലോകപാലാഃ പ്രസീദതാം ബ്രഹ്മ മഹാവിഭൂതിഃ. അപ്പോ ഏത് ജലം കണ്ടാലും, ജലാശയങ്ങൾ, ജലത്തിന്റെ വിവിധ മാനിഫെസ്റ്റേഷൻസ്, മേഘം കണ്ടാലും നീരാവി കണ്ടാലും മഞ്ഞു കണ്ടാലും നദി കണ്ടാലും സമുദ്രം കണ്ടാലും കിണർ കണ്ടാലും കുളം കണ്ടാലും മഴ കണ്ടാലും എവിടെ ഏത് ജലാശയം കണ്ടാലും എല്ലാം ഭഗവാന്റെ വീര്യമാണ്. യത് രേതഃ, ഇവിടെ പറയണം അംബഹാതു യത് രേതഃ ഉദാരവീര്യം. അപ്പോ അംബഹാതു, അംബസ് ജലം, അംബസ് അതെങ്ങനെയുള്ളതാണ്? ഉദാരവീര്യമായിട്ടുള്ള യത് രേതഃ. ഉദാരവീര്യം എന്ന് പറഞ്ഞാല് അധികരിച്ച വീര്യത്തോടു കൂടിയത്, വർദ്ധിച്ച വീര്യത്തോടു കൂടിയ ആ ജലം യത് രേതഃ, ഏതൊരുവന്റെ രേതസ്സാകുന്നു. ഇവിടെ രേതസ് എന്നുള്ളത് ആ എന്താ പറയുക, വീര്യത്തെ പറയാനാണ്. പ്രജനന സാമർഥ്യമാണ് രേതസ്. അപ്പൊ ഈ ലോകത്തിൽ മുഴുവൻ പ്രജനന സാമർഥ്യം ഉണ്ടാകുന്നത് ജലാംശം കൊണ്ടാണ്. ജലം ഇല്ലാത്തടത്ത് ഒരു തരത്തിലുള്ള സൃഷ്ടിയും ഉണ്ടാവില്ല. അപ്പൊ ജലത്തിൽ നിന്നാണ് എല്ലാം ജനിക്കുന്നത്. അതുകൊണ്ട് ജലം. അപ്പോ പൊട്ടൻസിയെ തന്നെയാണ് ഇവിടെ ഈ രേതസ്സായി പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ പൊട്ടൻസിയാണ് ഈ ജല തത്വം. അപ്പോ സിദ്ധ്യന്തി ജീവന്ത്യുതവർദ്ധമാനാഃ ആരാ? ലോകാഃ ത്രയോ അത് അഖില ലോകപാലാഃ. അപ്പോ യതഃ ത്രയഃ ലോകാഃ, ഏതൊരു ഭഗവാന്റെ രേതസ്സിൽ നിന്ന്, ഭഗവാന്റെ വീര്യത്തിൽ നിന്ന്, ഭഗവാന്റെ പ്രജനന സാമർഥ്യത്തിൽ നിന്ന്, പൊട്ടൻസിയിൽ നിന്ന് മൂന്ന് ലോകങ്ങൾ, ത്രയഃ ലോകാഃ അഖില ലോകപാലാഃ, ആ ലോകങ്ങളുടെയെല്ലാം പാലകന്മാരായിരിക്കുന്ന ദേവന്മാർ, ആ ശക്തികൾ എല്ലാം തന്നെ സിദ്ധ്യന്തി ഉണ്ടാകുന്നു, വർദ്ധമാനാഃ വൃദ്ധിയെ പ്രാപിക്കുന്നു, ജീവന്തി നിലനിന്നു പോരുന്നു. അപ്പൊ ഈ ലോകങ്ങളും ലോകപാലന്മാരുമെല്ലാം ഏതൊരു ഭഗവാന്റെ പൊട്ടൻസിയെ അഥവാ പ്രജനന സാമർഥ്യത്തെ ആണോ അതിജീവിക്കുന്നത്, അഥവാ യാതൊന്നിൽ നിന്നാണോ എല്ലാം ഉണ്ടാകുന്നത്, യാതൊന്നിനാലാണോ എല്ലാം വൃദ്ധിയെ പ്രാപിക്കുന്നത്, എല്ലാം നിലനിന്നു പോരുന്നത്.
ആ ഭഗവാന്റെ പ്രജനന സാമർഥ്യം അഥവാ രേതസ് ഉദാരവീര്യമായ ജലമാകുന്നു. ഏത് ജലതത്വം കണ്ടാലും ഉടനെ ഭഗവാന്റെ ആ പ്രജനന സാമർഥ്യമായി ശക്തിയായി ഈ വിശ്വത്തെ നിലനിർത്തുന്ന വലിയൊരു ഒരു ഘടകമായി കണ്ട് വിനയത്തോടെ എപ്പോഴും അതിനെ ഒരു ദിവ്യമായ ഭവ്യമായ ഭാവത്തോടെ കൈകാര്യം ചെയ്യുക. ജലം കൈകാര്യം ചെയ്യുമ്പോൾ ഈശ്വരന്റെ രേതസ്സാണ് എത്രയോ ജീവജാലങ്ങളെ ജനിപ്പിക്കാനും നിലനിർത്താനും പോഷിപ്പിക്കാനും ശക്തിയുള്ളതാണ്. ഇത് നമ്മള് കെയർലെസ് ആയിട്ട് കാഷ്വലായിട്ട് കൈകാര്യം ചെയ്യേണ്ട വസ്തുവല്ല. വി ഹാവ് ടു ടേക്ക് അറ്റ്മോസ്റ്റ് കെയർ. ഓരോ തുള്ളി വെള്ളവും എത്ര പവിത്രമാണ്, എത്ര പൊട്ടൻസി ഉള്ളതാണ്, എത്ര ജീവജാലങ്ങൾക്ക് ജീവജലമാണ്. ഇപ്പൊ നമ്മളൊക്കെ അനുഭവിക്കുന്നത് അതിനെയൊക്കെ ദുരുപയോഗം ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങളെയൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ ദുർവ്യയം ചെയ്ത് പൊല്യൂട്ട് ചെയ്ത് ഒക്കെ നശിപ്പിച്ച് നമുക്ക് തന്ന ആ ഭഗവാന്റെ ആ വീര്യത്തെ നമ്മൾ അറിയാതെ പോയി. ഇപ്പൊ നമ്മള് മഴയില്ലാതെയും ഓരോ ദേശത്തും കിണറുകളൊക്കെ വറ്റി, ജലാശയങ്ങള് കുളങ്ങൾ വറ്റി, പുഴകളിൽ വെള്ളമേ ഇല്ല, തടാകങ്ങള് ഏരികള് ഒക്കെ വരണ്ട് കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോ കാണുന്നത്. നമ്മള് ഇവിടെ ഭൂമിയില് വെള്ളത്തിന് വേണ്ടി പലയിടത്തും കുഴൽ കിണറുകൾ കുഴിക്കുമ്പോ 600 അടി കുഴിച്ചു, 700 അടി കുടിച്ചു, ഒരു തുള്ളി വെള്ളമില്ല എന്ന് പറയുന്ന ആൾക്കാർ എന്നോട് വിളിച്ചു പറയാറുണ്ട്. അപ്പൊ അത്രയും വെള്ളത്തിന്റെ ഭൂഗർഭ ജലസ്രോതസ്സുകളെല്ലാം വറ്റി വരണ്ടു തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ നമ്മുടെ ഒരു തരത്തിലുള്ള ധൂർത്ത്, വ്യഭിചാരം, ദുരുപയോഗം എല്ലാം കൊണ്ടും തന്നെ. അപ്പൊ എങ്ങനെ ജലാശയങ്ങളെ സംരക്ഷിക്കണം, ഓരോ തുള്ളി ജലവും എത്ര വിലപിടിച്ചതാണ്, നമ്മുടെ അത്യാവശ്യത്തിന് മാത്രം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതായിട്ടുള്ള ആ ഒരു കരുതൽ ഉണ്ടാവണമെങ്കിൽ അത് ഈശ്വരന്റെ ശക്തിയാണ്, വീര്യമാണ്. ഞാനുണ്ടായതും അല്ലേ, എന്റെ ആവശ്യത്തിനുള്ള അന്നമുണ്ടാകുന്നതും ഈ പ്രകൃതിയിലുള്ള സകല ജീവജാലങ്ങളും ഉണ്ടായിട്ടുള്ളതും എല്ലാവർക്കും വേണ്ട അന്നമുണ്ടാകുന്നതും എല്ലാം ഈ ജലത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഈ ജലം ഭഗവാന്റെ വീര്യമാണ്, ഭഗവാന്റെ രേതസ്സാണ് എന്നുള്ള ഒരു റെസ്പെക്ട്, ഒരു റെവറൻസ് എപ്പോഴും നമ്മുടെ ഉള്ളില് ഉണ്ടാവട്ടെ. അപ്പൊ ഏത് ജലാശയത്തെയും ഏത് ജലസ്രോതസ്സിനെയും കാണുമ്പോഴും ഇത് ഓർമ്മ വരട്ടെ. ഈ ശ്ലോകം കാണാതെ പഠിച്ച് ചൊല്ലാൻ ശ്രമിക്കുക. അമ്പസ്തു യദ്രേത ഉദാരവീര്യം സിദ്ധ്യന്തി ജീവന്ത്യുതവർദ്ധമാനാഃ ലോകാസ്ത്രയോധാഖില ലോകപാലാഃ പ്രസീദതാം ബ്രഹ്മ മഹാവിഭൂതിഃ. ഇനി അടുത്ത ശ്ലോകത്തില് സോമൻ അഥവാ ചന്ദ്രനെ സ്തുതിക്കുകയാണ്. ചന്ദ്രനാണ് ഈ ലോകത്തെ പോഷിപ്പിക്കുന്ന ശക്തി, ഔഷധികളെ, സസ്യജാലങ്ങളെ ഒക്കെ സംരക്ഷിക്കുന്ന ശീതകിരണൻ, അമൃതകിരണൻ. ആ സോമൻ ഭഗവാന്റെ മനസ്സിൽ നിന്നുണ്ടായതാണ്, ഭഗവാന്റെ മനോഭാവമാണ്, ഭഗവാന്റെ കാരുണ്യഭാവമാണ്, ഭഗവാന്റെ മൃദുവായ അനുഗ്രഹമാണ് സോമൻ. സോമൻ എന്നാൽ സോമന്റെ ഭാവമാണ് സൗമ്യം, അല്ലേ? അപ്പൊ ഭഗവാന്റെ ഹൃദയം സൗമ്യമായതുകൊണ്ട്, അലിയുന്നതായതുകൊണ്ട് അതിന്റെ ഒരു ഭാവം നമ്മൾക്ക് നേരെ അനുഗ്രഹമായിട്ട് നമുക്ക് പ്രകൃതിയിൽ പ്രകടമായതാണ് ചന്ദ്രൻ. അപ്പൊ ചന്ദ്രനെ കാണുമ്പോൾ ഭഗവാന്റെ കാരുണ്യത്തെ, ഭഗവാന്റെ ആ കൃപയെ, അലിവിനെ, ആർദ്രതയെ ഒക്കെയാണ് നമ്മൾ ഓർക്കേണ്ടത്. സോമം മനോയസ്യ സമാമനന്തി
ദിവൗകസാം വൈബലമന്ധ ആയുഃ ഈശോ നഗാനാം പ്രജനഃ പ്രജാനാം പ്രസീദതാം നസ്സ മഹാവിഭൂതിഃ. നമുക്ക് വൈകുന്നേരം കാണാം. ഇന്ന് വൈകുന്നേരം ക്ലാസ് എടുക്കാം 5 മണിക്ക്. പുറത്തൊന്നും പ്രോഗ്രാമില്ല. ഹരിയോ, വൈകുന്നേരം കാണാം 5 മണിക്ക്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. വൈകിട്ട് കാണാം.